അപ്പൊ ഞാനിങ്ങനെ ബെഡേ കിടക്കുമ്പോ എന്റെ ഇടത് ഭാഗത്ത് ഭയങ്കരമായിട്ട് തീ കത്തുന്ന പോലെ എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ ഉണർന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഫയർ പോലെ എനിക്ക് തോന്നുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പം എന്റെ മുറി മുഴുവൻ പ്രകാശം ഞാൻ കാണുക. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓ, നേഴ്സ് വന്ന് ലൈറ്റ് ഇട്ടോ, അത് ഞാൻ വിളിച്ചില്ലല്ലോ, പിന്നെ തന്നെ നേഴ്സ് വന്നേ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ രണ്ട് വ്യക്തികളുടെ നിഴല് ഞാൻ കാണുന്നു. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിത അനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ബീന പീറ്ററാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആകയാൽ നാം എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ ബീന പീറ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ സിസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് ബീന, എന്റെ ഹസ്ബൻഡിന്റെ പേര് പീറ്റർ. ഞാൻ ജോയിൻ ചെയ്യുന്നത് മെൽബൺ, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ്. നാട്ടിൽ എൻ്റെ വീട് തിരുവല്ലായ്ക്കടുത്ത് പൂവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് 3 സഹോദരങ്ങളുണ്ട്. എൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ മാതാവ് ഉണ്ട്. അതാണ് എൻ്റെ കുടുംബം. ആമേൻ. സിസ്റ്ററിനെ പരിചയപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി തുടർമാനമായി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ദ ലോർഡ്. എനിക്ക് ഈ സമയത്ത് എൻ്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം അരോമ ടിവിയിൽ കൂടെ ഈ അവസരം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ ഡാനിയൽ ജോണ് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഈ മിനിസ്ട്രിയിൽ കൂടി സാക്ഷ്യം കേൾക്കാൻ പോകുന്ന വ്യൂവേഴ്സിനെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ എൻ്റെ കൊച്ചിലത്തെ അനുഭവം പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, ഞാൻ 3 പ്രാവശ്യം വെള്ളത്തിൽ മരിക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ മുൻപില് ഒരു ചെറിയ നദിയുണ്ട്, ഒരു ചാല്. അവിടെ 3 പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ വീണു. മരിക്കേണ്ട അവസരത്തിൽ ദൈവം എന്നെ വെള്ളത്തിൽ നിന്ന് അത്ഭുതകരമായി വിടുവിച്ചു. 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു പ്രാവശ്യം പെട്ടെന്ന് ഒരു പനി വന്നു. പനി വന്നപ്പോൾ അത് റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞ ഒരു പനിയായിരുന്നു. അത് എൻ്റെ ഹാർട്ടിന്റെ വാൽവിനെ ബാധിച്ചു. അപ്പോൾ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ എനിക്ക് അതിൻ്റെതായ ചികിത്സ നടത്തി. എല്ലാ മാസവും പോയി ഇഞ്ചക്ഷൻ ചെയ്യുക, അങ്ങനെയുള്ളതായ ചികിത്സ നടത്തി. പക്ഷെങ്കിൽ ആ സമയത്ത് എൻ്റെ മമ്മി ആണെങ്കിൽ, ഞങ്ങൾ CSI കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പോ ഒന്നുമില്ല പ്രാർത്ഥിക്കാൻ. അപ്പൊ എൻ്റെ മമ്മി നല്ല വിശ്വാസിയായിരുന്നു. മമ്മി ഇപ്പോഴും വിശ്വാസി തന്നെ, നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള എൻ്റെ മാതാവ്. അപ്പോൾ എൻ്റെ മാതാവ് എന്നെ കൊണ്ട് പല സ്ഥലങ്ങളില് യോഗങ്ങളിൽ കൊണ്ടുപോകും സൗഖ്യത്തിന് വേണ്ടി. അങ്ങനെ എനിക്ക് കൊച്ചിലെ പ്രാർത്ഥനയോട് ഭയങ്കരമായ താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കർത്താവിനെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അപ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കണം. അപ്പൊ CSI ചർച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ ഒരു ദിവസം എൻ്റെ ഇളയ ബ്രദറിനോട് പറഞ്ഞു, അന്ന് ഞാൻ 8ൽ പഠിക്കുന്നു, അവൻ 6ൽ പഠിക്കുന്നു. ഞാൻ എൻ്റെ ബ്രദറിനോട് പറഞ്ഞു, നമുക്ക് 2 പേർക്കും കൂടെ ഒന്നിച്ചിരുന്ന് മുറിക്കാത്തിരുന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് എന്നും പറഞ്ഞ് ഒരു രാത്രിയിൽ ഞാൻ എൻ്റെ ഇളയ ബ്രദറിനെയും കൊണ്ട് വിളിച്ച് മുറിക്കകത്തിരുന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണേ എന്നുള്ള പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ
പെട്ടെന്ന് ഒരു കരം എന്റെ തലയിലേക്ക് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ് ഹല്ലേലൂയായും സ്തോത്രവും ഒക്കെ പറഞ്ഞ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ ഈ സമയത്ത് എന്റെ പപ്പായ്ക്ക് ഒരു പലചരക്ക് കടയുണ്ട്. പപ്പ കടയില. എന്റെ മമ്മിയും എന്റെ മൂത്ത സിസ്റ്ററും കൂടെ അടുക്കളയില. അവർ രണ്ടും കൂടെ ഓടി വന്നപ്പോ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുക. അപ്പം എന്റെ സിസ്റ്റർ ഉടനെ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് മമ്മിയോട് പറഞ്ഞു, മമ്മി അവൾ അസുഖമുള്ളവളല്ലേ, അവളെ പിടിക്ക് ഒക്കെ എന്നും പറഞ്ഞ് അവള് കരയാൻ തുടങ്ങി. മമ്മി പറഞ്ഞു, വേണ്ട, അവള് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറയപ്പെട്ടിരിക്കുക എന്നും പറഞ്ഞ് മമ്മി അവളെ ശാന്തമാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴ് ഞാൻ അങ്ങ് നോർമലായി. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് അന്ന് ഒരു കള്ള് ഷാപ്പുണ്ട്, ഈ ഓല കൊണ്ട് മേഞ്ഞ ഒരു കള്ള് ഷാപ്പ്. അപ്പൊ ഞങ്ങൾ പിന്നീടാണ് അത് അറിയുന്നത്. അവിടെ നിന്ന് കുറച്ച് കുടിയന്മാരെല്ലാം കൂടെ ഓടി വന്ന് ഞങ്ങളുടെ മുറ്റത്ത് വന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ട്. അപ്പം അവര് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രത്തിന്റെ ഒക്കെ ശബ്ദം കേട്ടപ്പോഴ് ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയെന്ന്. അങ്ങനെ ആ ദൈവം ആ അഭിഷേകത്താൽ എന്നെ നിറച്ചു. എന്നിട്ട് ആ അഭിഷേകത്താൽ നിറച്ചതിന്റെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴ് ഒരു രാത്രിയില് ഭയങ്കര ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങളെല്ലാം ഉണർന്ന് നോക്കിയപ്പോഴ് ഈ കള്ള് ഷാപ്പ് അവിടെ നിന്ന് കത്തുകയാ. ഓല കൊണ്ട് മേഞ്ഞ ഒരു കള്ള് ഷാപ്പായിരുന്നു, അത് നിന്ന് കത്തുക. അത് ആരാ കത്തിച്ചതെന്നോ എങ്ങനെയാ കത്തിയെന്നോ ഒന്നും അറിയത്തില്ല. അന്ന് മുതൽ ഞങ്ങൾക്ക് കള്ളുകൂടിയന്മാരുടെ ശല്യം ഉണ്ടായില്ല. ദൈവം അവിടെ നിന്ന് ആ കള്ള് ഷാപ്പ് നീക്കി. അതൊരു അത്ഭുതകരമായി ഉള്ള ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അന്ന്. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര താല്പര്യം. എനിക്ക് സ്വന്തമായ ഒരു ബൈബിള് വേണം, ബൈബിള് വായിക്കണം എന്നുള്ള ഭയങ്കര താല്പര്യം. അപ്പം പപ്പായോട് ചോദിച്ചാൽ പപ്പ പൈസ തരത്തില്ല. അപ്പം ഞാൻ ചിന്തിച്ചു ഇനി എന്തോ മാർഗം. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിന്റെ ഈ പറങ്ങേണ്ടി മാവ് കാഷ്യൂനട്ട്സിന്റെ ഒരു മരമുണ്ട്. അപ്പൊ എന്റെ പപ്പായുടെ ഒരു സ്വഭാവമുണ്ട്, പപ്പ ഈ കാഷ്യൂനട്ട്സ് ഒക്കെ പറക്കിയിട്ട് അത് തീക്കാത്തിട്ടിട്ട് തല്ലിച്ചുട്ട് തിന്നും. അപ്പം ഞാൻ ഓർത്തു, പപ്പ രാവിലെ എഴുന്നേക്കും ഇത് കളക്ട് ചെയ്യാൻ. അപ്പം ഞാൻ ചിന്തിച്ചു, പപ്പ എഴുന്നേക്കുന്നതിന് നേരത്തെ എഴുന്നേക്കണം, എഴുന്നേറ്റിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് ഇത് കൊണ്ട് വിറ്റിട്ട് ഇതിന്റെ പൈസ കൊണ്ട് എനിക്ക് ബൈബിൾ മേടിക്കണം. അങ്ങനെ ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് ഇത് കളക്ട് ചെയ്തിട്ട് എനിക്ക് 50 രൂപ കിട്ടിയാന്ന്. 50 രൂപ കൊണ്ട് ഞാൻ പോയി മാരാമൺ കൺവെൻഷന് പോയി ഒരു ബൈബിള് മേടിച്ച്, എന്റെ സ്വന്തം ബൈബിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആ ബൈബിള് ജെനിസിസ് മുതൽ വായിക്കാൻ തുടങ്ങി, എല്ലാം അണ്ടർലൈൻ ചെയ്ത് അങ്ങനെ എനിക്ക് ഭയങ്കര ബൈബിൾ വായനയോടുള്ള താല്പര്യം. അങ്ങനെ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളോടെല്ലാം ഞാൻ സുവിശേഷം പറയുക, ഹിന്ദു കുട്ടികളെ വിളിച്ച് അവരോട് ചിലപ്പോൾ ഞാൻ വാദിക്കും. ഞാൻ പറയും, നിങ്ങളുടെ കൃഷ്ണനല്ല ദൈവം, ഞങ്ങളുടെ യേശുവ. ഒരു പ്രാവശ്യം ഒരു ടീച്ചർ പിന്നെ എന്നെ അടിക്കാൻ വരെ ആ ടീച്ചർ ചുറ്റും നോക്കി ആരേലും ഉണ്ടോ എന്ന്. എനിക്കിപ്പോ ആരുമില്ല, ഒരു കോറിഡോർ ആയിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ എക്രോസ് വരിക, ആ ടീച്ചർ നല്ല ഒരു ആരോഗ്യമുള്ള ഒരു അധ്യാപകന് എന്നെ അടിക്കാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് വന്നു. ഞാൻ പെട്ടെന്ന് അങ്ങ് മാറി. അപ്പൊ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ ഹിന്ദു ദൈവത്തെ നീ ഇങ്ങനെ പറയുമോ എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുട്ടികളോടെല്ലാം എന്റെ യേശു വലിയവനാണെന്ന് എനിക്ക് പറയണം, അതായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ സ്കൂളില് 8, 9, 10 അന്നേരം എല്ലാം ഇതാണ് എന്റെ താല്പര്യം. അപ്പൊ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് ഒരു സ്വഭാവമുണ്ട്, വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുമ്പോഴും ഞാൻ തന്നെ എഴുന്നേറ്റിട്ട് കട്ടിലയിരുന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കരച്ചില്ല. കാരണം പ്രത്യേകിച്ച് എനിക്കൊരിതുണ്ട്, എനിക്ക് ഈ അസുഖം വന്നുകൊണ്ട് എല്ലാവരും എന്നെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പം സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് എന്നെ കളിപ്പിക്കരുത്. അപ്പൊ എന്നെ എല്ലാത്തിനും മാറ്റി നിർത്തും. അതെനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ എന്നും രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പം ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയില് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് എല്ലാവരും ഉറങ്ങി കട്ടിലായിരുന്നു. അപ്പൊ എന്റെ കട്ടില് ഈ ഭിത്തിയോട് ചേർന്ന കട്ടില. അപ്പൊ എന്റെ സിസ്റ്ററും എന്റെ ബ്രദറും ഞങ്ങൾ മൂന്നും ഒരു മുറി കിടക്കുന്നു. അപ്പൊ എന്റെ കട്ടിലല്ല, ഞാൻ ഭിത്തിയോട് ചാരി ഇരുന്നുകൊണ്ട് ഞാൻ എന്റെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി ഒരു രാത്രിയിൽ ഒരു 12 മണിയൊക്കെ ആയി കാണുമായിരിക്കും. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോ ഞാൻ കാണുന്നത് എന്റെ മുറിയിൽ ആരോ വന്നു. ആ വ്യക്തി മാറിപ്പോയി. പക്ഷെ ആ വ്യക്തിയുടെ വസ്ത്രത്തിന്റെ ഒരു തൊങ്ങല് പോലൊരു ഭാഗം ഇങ്ങനെ എനിക്ക് കാണാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രകാശം എന്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ അന്നേരം കാണുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്ന് കണക്ട് ചെയ്ത് പറയുക,
യെശയ്യാപ്രവചന 6-ാം അധ്യായത്തിൽ യെശയ്യാവ് ദർശനം കാണുമ്പോൾ യെശയ്യാവ് പറയുന്നുണ്ട്, അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പിൽ നിന്നുള്ള പ്രകാശം മന്ദിരത്തെ നിറച്ചു എന്ന്. എക്സാക്ട്ലി ലൈക്ക്, എനിക്ക് അന്നേരം അറിയത്തില്ല, എനിക്ക് 15 വയസ്സേ ഉള്ളൂ. ഞാൻ കാണുന്നത് ആ വസ്ത്രത്തിന്റെ വിളമ്പിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വരിക, അത് കാണുകയും ഞാൻ പേടിച്ച് ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ ഭയന്നിരിക്കുക. ഭയന്നിരിക്കുമ്പം എനിക്ക് ഫീൽ ചെയ്തു ആ വ്യക്തി തന്നെ എൻ്റെ അടുത്തോട്ട് വരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ആ വ്യക്തി എൻ്റെ അടുത്തോട്ട് വരും തോറും ഞാൻ ഭിത്തിയിലോട്ട് ചാരുക, പേടിച്ച് മാറി മാറി കൊടുക്കുക. എന്നിട്ട് ആ വ്യക്തി എൻ്റെ അടുത്ത് നിന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നീ കഴിഞ്ഞപ്പോ ഞാൻ കണ്ണ് പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു സ്ക്രീന് ആ വ്യക്തി പിടിച്ചിട്ടുണ്ട്. ആ വ്യക്തി എനിക്ക് കാണത്തില്ല, ആ വ്യക്തി ഒരു സ്ക്രീൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഈ ഹീബ്രു അങ്ങനത്തെ നമ്മുടെ മലയാളമല്ല, അല്ലാത്ത ആൽഫബറ്റ്സ് ഇങ്ങനെ ഒരുപാട് എഴുതിയിട്ടുണ്ട്. എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണടച്ചിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ, എനിക്കിത് വായിക്കാൻ വയ്യ, അങ്ങ് എന്നോട് സംസാരിക്കണേ എന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പറയുകയും ഞാൻ ഒരു ശബ്ദം കേട്ടു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഇത് പറയുകയും എല്ലാം അങ്ങ് അപ്രത്യക്ഷമായി. അപ്പൊ ഞാൻ ആ സമയത്ത് പേടിച്ച് ഭിത്തിയെ ചാരി വിറച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ എന്റെ മമ്മി എഴുന്നേറ്റ് വന്ന് ലൈറ്റ് ഇട്ടു മുറിക്കകത്ത്. അപ്പം മമ്മി എന്നെ അപ്പൊ ആദ്യം നോക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിച്ചു, മമ്മി എന്തിനാ എഴുന്നേറ്റ് വന്നേ? മമ്മി എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തുവാ? ഞാൻ ചോദിച്ചു, മമ്മി എന്തുവാ വന്നേ? പറഞ്ഞു, മമ്മി ഒരു മുഴക്കം കേട്ടു, എന്തോ ഒരു ശബ്ദം, നീ അസുഖമുള്ളവളല്ലേ, നിനക്ക് വല്ലതും പ്രശ്നമാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന് നിന്നെ നോക്കാൻ വന്നതാ എന്നും പറഞ്ഞ് മമ്മി വന്ന് ലൈറ്റ് ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി എന്നെ ഈ മുറി അങ്ങ് കൊണ്ടുപോകും, എനിക്ക് ഈ മുറി നിൽക്കാൻ വയ്യ, എന്നെ അങ്ങ് കൊണ്ടുപോകും. മമ്മി ചോദിച്ചു, എന്തുവാ? ഇപ്പൊ മമ്മി എന്നെ പിടിച്ച് കട്ടിലേന്ന് ഇറക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി, ഞാൻ വലിയൊരു ദർശനം കണ്ടു, ഞാൻ കർത്താവിനെ കണ്ടു. അപ്പം മമ്മി പറഞ്ഞു, ഞാൻ മമ്മിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ മമ്മി നല്ല പ്രാർത്ഥനാ സ്ത്രീ. അപ്പൊ ഞാൻ മമ്മി എന്നോട് പറഞ്ഞു, മോളെ ബാ നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞ് മമ്മി ഒരു പായ നിലത്തിട്ടിട്ട് ഞാനും മമ്മിയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോ മമ്മി എന്നോട് പറഞ്ഞു, ദൈവം സംസാരിച്ചത് ദൈവം തന്റെ വചനത്തിൽ കൂടെ കാണിക്കും, നീ നിന്റെ ബൈബിൾ എടുക്കുക, നീ സ്നേഹിക്കുന്ന നിന്റെ ബൈബിൾ ഉണ്ടല്ലോ നീ വാങ്ങിച്ചത്, നീ അതെടുക്കാൻ പറഞ്ഞു. ഞാൻ അതെടുത്തിട്ട് തുറന്ന് അങ്ങോട്ട് നോക്കുകയും, എനിക്ക് അന്ന് അറിയത്തില്ല വാക്യങ്ങളൊന്നും, 14 വയസ്സേ ഉള്ളൂ. ഞാൻ തുറന്നങ്ങോട്ട് നോക്കുകയും യെശയ്യാവ് 43-ന്റെ 1-ാം വാക്യമാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഭയങ്കര അന്നൊരു 2-3 ദിവസത്തേക്ക് എനിക്ക് ആ മുറി കയറാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ എന്റെ മമ്മിയെ ദൈവം ഉണർത്തി ആ സമയത്ത്, അല്ലെ ഞാൻ പേടിച്ച് ആ കട്ടിലേല് പേടിച്ച് ആ രാത്രിയിൽ അവിടെ കഴിഞ്ഞേനെ. അപ്പം ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ മമ്മിയോടും പറഞ്ഞു. അപ്പൊ എന്നെ ധൈര്യപ്പെടുത്തി. അത് മാത്രമല്ല, ആ രാത്രിയിൽ തന്നെ ദൈവം ഉറപ്പിച്ചു, വചനത്തിൽ കൂടി ദൈവം സംസാരിച്ചു. അപ്പം ദൈവം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നെ അത്രയും സ്നേഹിക്കുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നില്ല, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ആ കർത്താവിന്റെ ആ സ്നേഹത്തിൽ ഞാൻ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി, ഞാൻ ഇനി മരുന്ന് കഴിക്കത്തില്ല, എനിക്ക് ഇനി മരുന്ന് ഹാർട്ടിന്റെ ഒന്നും വേണ്ട, ഞാൻ മരുന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പപ്പായോടൊന്നും പറഞ്ഞില്ല, ഞാൻ മരുന്ന് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇത് സംഭവം നടക്കുന്ന ഒരു ശനിയാഴ്ച രാത്രിയാണ്. അപ്പം ശനിയാഴ്ച രാത്രി, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. ഞാന് പതിവ് പോലെ ഞങ്ങൾ CSA ചർച്ചിൽ അന്ന് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഞാൻ യൂത്തിന്റെ മീറ്റിങ്ങിന് ചെന്ന് പിള്ളേരോട്, എല്ലാവരും എന്റെ പ്രായം തന്നെ, 15, 16 ആ ഏജിലുള്ള യൂത്ത്, അവരോട് എനിക്ക് സംഭവിച്ചത് തലേദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴ് ഈ യൂത്ത് എല്ലാരും കൂടെ, ഞങ്ങൾക്കും വേണം, ബീനായ്ക്ക് കിട്ടിയതുപോലെ ഞങ്ങൾക്കും വേണം, ഞങ്ങൾ എന്തോ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഭയങ്കരമായ ഒരു 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 ആഗ്രഹം അവർക്കുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിൽ കൂടി പ്രാർത്ഥിച്ച് നമ്മള് പാപങ്ങളെയൊക്കെ ഏറ്റുപറയുമ്പോൾ കർത്താവ് തന്റെ അഭിഷേകത്താൽ നിറയ്ക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു 10-20 യൂത്ത് എല്ലാം കൂടെ പല പല വീടുകളിൽ കൂടാൻ തുടങ്ങി. കൂടി അതിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. 10-20 യൂത്ത് അവര് രക്ഷിക്കപ്പെട്ട്, ചിലർ ഉറക്ക കരയുന്നു, രക്ഷിക്കപ്പെടുന്നു. അങ്ങനെ ഒരു 10-20 പേര് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു.
എന്നിട്ട് അതിലെ രണ്ടുപേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അതിൽ രണ്ടുപേർ ഇപ്പോഴും സുവിശേഷ വേല ചെയ്യുന്നുണ്ട്. അങ്ങനെ പൂവത്തൂര് ഒരു ഉണർവ് ഞങ്ങളുടെ ചർച്ചിൽ ആ സമയത്തുണ്ടായി. അത് പൂവത്തൂരിന്റെ പല വീടുകളിൽ വെച്ചു. അന്ന് KC സാറിനെ ഒക്കെ പലരും വരുത്തി ഭയങ്കര ഒരു ഉണർവിന്റെ സമയം അവിടെ പൂവത്തൂരുണ്ടായി. അപ്പൊ അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോ എനിക്കറിയാം ദൈവം എന്നെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതാണ്. അപ്പം 10 കഴിഞ്ഞുള്ളൂ, ഇനി എന്തുവാ ചെയ്യുന്നത്? അപ്പം ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി പാസ്സായപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. അപ്പം പപ്പ രക്ഷിക്കപ്പെട്ട ഒന്നുമല്ല, പപ്പ ഭയങ്കര ദേഷ്യക്കാരനൊക്കെയാ. പറഞ്ഞു അനങ്ങിപ്പോയേക്കരുത്, നിന്നെ വല്ല നേഴ്സിങ്ങിന് വല്ലതും വിടാനാ. അപ്പൊ ഞാൻ ഇച്ചിരി നല്ലതായിട്ട് പഠിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കൊണ്ട് BScക്ക് ചേർത്തു. BSc സുവോളജി എടുത്തു. ഒരു 6 മാസം ഞാൻ പഠിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ഞാൻ കോളേജിലെ ഓരോരോ സ്റ്റുഡൻസിന്റെ അടുത്ത് ചെന്ന് യേശുവിനെ പറ്റി പറയുക, അവിടെ സ്റ്റുഡൻസിന്റെ മീറ്റിംഗ് നടത്തുക, ക്യാമ്പസിൽ പോയി പിന്നെ സുവിശേഷം പറയുക. എന്റെ കാര്യം ഇതാ, എനിക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു. വീട്ടിൽ പറഞ്ഞ ഏതായാലും ബൈബിൾ കോളേജിൽ വിടത്തില്ല. മമ്മി നല്ല സപ്പോർട്ട്, പക്ഷെ പപ്പ വിടത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറയാതെ തന്നെ തിരുവല്ലയിൽ ഒരു ബൈബിൾ കോളേജിൽ ഒരു എഴുത്തെഴുതി, ഇതുപോലെ എന്നെ വീട്ടിൽ അനുവദിക്കത്തില്ല, എനിക്ക് അഡ്മിഷൻ തരണമെന്ന് പറഞ്ഞ്. അപ്പം അത് നവജീവോദയ എന്ന് പറയും. എനിക്ക് അന്ന് അതേ അറിയത്തുള്ളായിരുന്നു, തിരുവല്ല നവജീവോദയ എന്ന് പറയും. അപ്പം അവരെന്നോട് പറഞ്ഞു വരണ്ട, BSc കംപ്ലീറ്റ് ചെയ്തിട്ട് വന്നാൽ മതി എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ തന്നില്ലേ, ഞാൻ വേറെ എവിടെയെങ്കിലും പോകുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അത്ര ഇത് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ശരി വാ, ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു, എന്നാലും വരാൻ പറഞ്ഞു. അങ്ങനെ ഞാന് ബൈബിൾ കോളേജിൽ പോകാൻ വേണ്ടി എല്ലാം പായ്ക്ക് ചെയ്ത്, അന്നേരവും പപ്പായോട് പറഞ്ഞിട്ടില്ല. മമ്മി സപ്പോർട്ടാ. ഞാനും മമ്മിയും കൂടെ എല്ലാം പായ്ക്ക് ചെയ്ത് ബാഗ് എടുത്ത് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പപ്പ ചോദിച്ചു എവിടെ പോകും? അപ്പം മമ്മി പറഞ്ഞു അവക്ക് ബൈബിൾ കോളേജിൽ പോകണം, അവളെ കൊണ്ട് ഇപ്പോഴത്തേക്ക് പപ്പ ഭയങ്കര ചൂടായിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് പപ്പ ശരിക്കും ശാപവാക്കുകൾ പറയാൻ തുടങ്ങി. മമ്മിയോട് പറഞ്ഞു നീ നിന്റെ മോളെ കയ്യേം പിടിച്ച് നടക്കുന്നത് ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പറഞ്ഞ് ഞാൻ പിന്നെ വിഷമം തോന്നി, കരഞ്ഞ്. അപ്പം ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു നദിയുണ്ട്, അപ്പൊ ഈ വള്ളം കയറിയാ പോകുന്നത്. ആ വള്ളം കയറി ഞങ്ങൾ അങ്ങ് അക്കരെ പോകുന്നിടം വരെ പപ്പ ശാപവാക്കുകൾ പറഞ്ഞുകൊണ്ട് ദുഃഖിച്ച് ഞങ്ങൾ വണ്ടി കയറി അങ്ങ് ബൈബിൾ കോളേജിൽ പോയി. ബൈബിൾ കോളേജിൽ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോഴ് എൻ്റെ മൂത്ത ബ്രദർ ആ സമയം വിശാഖപട്ടണത്ത് അവനവിടെ ചെറിയ ജോലിയുണ്ട്. അപ്പം അവന് നാട്ടിൽ അവധിക്ക് വന്നപ്പോഴ് ഞാൻ ബ്രദറിനെ കാണാൻ വേണ്ടി ബൈബിൾ കോളേജിൽ നിന്ന് വീട്ടിൽ വന്നപ്പം എന്നോട് പറഞ്ഞു നിന്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു എന്തിന്? ഞാൻ പറഞ്ഞു അല്ല ഒന്ന് കാണാനാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി വിശാഖപട്ടണത്ത് നേഴ്സിങ്ങിന് അഡ്മിഷനുള്ള ഇതാണ്. അപ്പന് പറഞ്ഞു നിനക്ക് അവിടെ നല്ല ഒരു അഡ്മിഷൻ ഞാൻ മേടിച്ചു തരാം, നീ സർട്ടിഫിക്കറ്റ് മാത്രം തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം പപ്പായും ബ്രദറും കൂടെ ഒരു രാത്രിയിലായിരുന്നു എന്നെ രണ്ടുപേരും കൂടെ മാറി മാറി അടിച്ചു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ദൈവം എന്നെ വിളിച്ചു, ഞാൻ ദൈവത്തെ അനുസരിക്കേണ്ടത്, കർത്താവ് പറഞ്ഞതിനെ മാത്രമേ ഞാൻ അനുസരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാൻ ബാഗ് എടുത്ത് കരഞ്ഞ് തിരിച്ചങ്ങ് ബൈബിൾ കോളേജിൽ പോയി. ബൈബിൾ കോളേജിൽ ചെന്ന് ഞാൻ അവിടുത്തെ 2 വർഷത്തെ കോഴ്സ്. അപ്പൊ 2 വർഷം തീരാറായപ്പം എനിക്കറിയത്തില്ല എങ്ങോട്ട് പോകണം, കാരണം വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല. അപ്പം ഒത്തിരി സ്റ്റുഡൻസ് അവരൊക്കെ ഒറീസ അങ്ങനെയുള്ളിടത്തൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകുന്നുണ്ട്. എന്റെ മനസ്സിൽ അങ്ങനെ പോകാനാണോ എന്നെ ദൈവം വിളിച്ച്? ആണെങ്കിൽ ഞാൻ, പക്ഷെ ദൈവം എന്നോട് പറയണം എവിടാ പോകേണ്ടതെന്ന്, അല്ലാതെ എല്ലാരും പോകുന്നിടത്തോട്ട് ഞാൻ പോകത്തില്ല കർത്താവേ, നീയാ എന്നെ വിളിച്ചിറക്കിയ, നീ എനിക്ക് ഡയറക്ഷൻ തരണം. അതുകൊണ്ട് നീ പറയുന്നതാതെ ഞാൻ എങ്ങും പോകത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബൈബിൾ കോളേജിൽ താമസിക്കുന്ന ഡോർമിറ്ററിയുടെ സൈഡിൽ ഒരു മാവുണ്ട്. ആ മാവിന്റെ ചോട്ടിൽ പോയി ഞാൻ തന്നെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മുറി വന്നപ്പോഴ് എൻ്റെ മേശയില്, ഞാൻ അതിനു മുമ്പ് പ്രാർത്ഥിക്കാൻ വെളിയിലോട്ട് പോയപ്പം കണ്ടില്ല, തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടു എൻ്റെ മേശയിൽ ഒരു മനോരമ പേപ്പറിന്റെ ഒരു പേപ്പർ കട്ടിങ് എഴുതി വെച്ച് അതിനകത്ത് ഇട്ടേക്കുക പഠിത്തം കഴിഞ്ഞു മതി ബാക്കി.
ഞാനത് കയ്യിലെടുത്തു. ഞാൻ ചോദിച്ചു, ആരായി കൊണ്ടിട്ട് ഇതെന്തോ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഇതിന്റെ അർത്ഥം എന്താ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് കയ്യിലെടുത്തു. പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന പോലെ എന്നോടാ പറയുന്നത് പഠിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ പഠിക്കാനോ? ഞാൻ ഇനി എന്തോ പഠിക്കണ്ടേ? ഞാൻ പിന്നെ BSc കട്ട് ചെയ്തിട്ട് പോകുന്നു, ഇനി ഞാൻ എന്തോ പഠിക്കണ്ടേ? അപ്പം എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഒരു 2-3 ദിവസം ഇതെന്റെ മനസ്സ് ഞാൻ ആരോടും പറയാതെ ഇത് കൊണ്ട് നടന്നു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വിശാഖപട്ടണത്തുള്ള എന്റെ ബ്രദറ് എന്റെ ബൈബിൾ കോളേജിൽ വന്നു. അവൻ അവധിക്ക് വീട്ടിൽ വന്നപ്പോ എന്നെ കാണാൻ വേണ്ടി ബൈബിൾ കോളേജിൽ വന്നു. അപ്പൊ ഇപ്രാവശ്യം വന്ന് ഭയങ്കര സന്തോഷത്തോടെ എനിക്കൊരു കേക്കും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ബ്രദറിനെ കണ്ടപ്പോ എനിക്കും ഭയങ്കര സന്തോഷം. അപ്പൊ എന്നോട് പറഞ്ഞു, എടി, നിനക്ക് പഠിക്കാൻ ഒരു അവസരം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്തോ പഠിക്കാൻ? അപ്പൊ ഞാൻ ഓർത്ത് ഇനിയും വേറെ വല്ല സെക്കുലർ വല്ല. ഞാൻ ചോദിച്ചു, എന്തോ പഠിക്കാന്? അല്ല, നിനക്ക് ബൈബിൾ സെമിനാരിയിൽ ഒരു അഡ്മിഷൻ കിട്ടി. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ദൈവാത്മാവാന്ന്. കാരണം 3 ദിവസത്തിന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, പഠിത്തം കഴിഞ്ഞ് മതി ബാക്കിയെന്ന്. ആ പേപ്പർ കട്ടിങ് അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ചാച്ചാ അതെങ്ങനാ? അപ്പൊ എന്നോട് പറഞ്ഞു, പിന്നെ വിശാഖപട്ടണത്ത് നിന്ന് നാട്ടിലോട്ട് ട്രെയിനെ വെച്ച് ഒരാളുമായിട്ട് എന്റെ ബ്രദർ പരിചയപ്പെട്ടു. ആ വ്യക്തി വിശാഖപട്ടണത്ത് COTR, ചർച്ച് ഓൺ ദ റോക്ക് തിയോളജിക്കൽ സെമിനാരി നടത്തുന്ന ആളിന്റെ ബ്രദറിന്റെ മോന്. അവൻ പഠിത്തം കഴിഞ്ഞ് നാട്ടിലോട്ട് വരിക. ഇവർ രണ്ടും അടുത്തടുത്തായി ഇരുന്നത്. അപ്പം പരിചയപ്പെട്ടപ്പോൾ എന്റെ ബ്രദറിന് പെട്ടെന്ന് തോന്നിയോ, എന്റെ സിസ്റ്ററും പഠിക്കുന്നുണ്ട്, അവൾ ഏതായാലും നേഴ്സിങ്ങിന് പോകത്തില്ല, അവക്കൊന്ന് അഡ്മിഷൻ മേടിച്ച് തരാമോ എന്ന് ഉടനെ ഈ ബ്രദറിനോട് ചോദിച്ചു. അപ്പൊ ആ ബ്രദർ പറഞ്ഞു, അതിനെന്നാ, ഞാൻ അഡ്മിഷൻ മേടിച്ച് തരാം. അപ്പം അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ നടത്തിപ്പ്. അങ്ങനെ എന്റെ ബ്രദറും, എനിക്ക് എതിരായി നിന്ന ബ്രദറും മൂലം ബൈബിൾ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടെ ചെന്നു. അപ്പം സെമിനാരി 4 വർഷത്തെ കോഴ്സാണല്ലോ. അപ്പം എന്റെ മനസ്സിൽ ദൈവാത്മാവ് പറയുന്നു, നീ 4 വർഷം അവിടെ പഠിക്കേണ്ട, നീ അവിടെ ചെല്ലുമ്പം പറയണം 3-ാം വർഷം നിനക്ക് അഡ്മിഷൻ വേണമെന്ന്. അപ്പം എന്റെ മനസ്സിൽ അങ്ങനെ അങ്ങ് പറയുക, ഇല്ല, ഞാൻ പഠിക്കുകയല്ല 4 വർഷം, എനിക്ക് 3-ാമത്തെ വർഷത്തിലോട്ട് സ്ട്രെയിറ്റ് തരണം. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം അവരെനിക്ക് ആദ്യത്തെ പോലെ 1-ാം വർഷത്തിൽ കയറ്റിയിരുത്തി. അപ്പൊ ഞാൻ രജിസ്ട്രാറിന്റെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ 4 വർഷം പഠിക്കത്തില്ല, എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, ഞാൻ ഓൾറെഡി 2 വർഷം നാട്ടിൽ പഠിച്ചു, അതുകൊണ്ട് എന്നെ 3rd ഇയറിൽ ഇരുത്തണം. അപ്പം രജിസ്ട്രാർ പറഞ്ഞു, അങ്ങനെ ഒരു നിയമം ഇവിടെ ഇല്ല, ഇത് സെമിനാരിയ, അത് ലോക്കൽ ബൈബിൾ കോളേജ്, അത് ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിക്കുന്നില്ല, എനിക്ക് വേണ്ട, 4 വർഷം വേസ്റ്റ് ചെയ്യത്തില്ല ടൈം എന്ന് പറഞ്ഞു. അപ്പം രജിസ്ട്രാർ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു എക്സാം ഇടാം, ആ എക്സാം 1-ാം വർഷത്തെയും 2-ാം വർഷത്തെയും കൂടെ ഒന്നിച്ചുള്ള എക്സാം ഇടാം, അത് പാസ്സാകുവാന്ന് 3rd ഇയറിലോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ തയ്യാറാന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ടൈം തന്നു. ഞാൻ പഠിച്ച് ഞാൻ രജിസ്ട്രാറിന്റെ ഓഫീസിൽ എക്സാം എഴുതാൻ വേണ്ടി ചെന്നപ്പോ രജിസ്ട്രാർ എന്നെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എക്സാം ഒന്നും എഴുതണ്ട, പോയി 3rd ഇയറിൽ ഇരുന്നോളാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അങ്ങനെ ഞാൻ സ്ട്രെയിറ്റ് 3rd ഇയറിൽ അങ്ങ് കയറി 3rd ഇയറിൽ ഇരുന്നു. അപ്പം 3rd-ഉം 4th ഇയർ പഠിക്കും. അപ്പം ഈ 3rd ഇയറിലും 4th ഇയറിലും നമുക്ക് ഫീസ് കൊടുക്കണം. അപ്പൊ ആ 2 വർഷത്തെയും ഫുൾ ഫീസ് എന്റെ ഈ വിശാഖപട്ടണത്തുള്ള ബ്രദറായി എന്നെ കൊടുത്ത്. എന്നെ പൊന്നു പോലെ അവൻ എന്നെ കാണാൻ വരും. ഭയങ്കര സ്നേഹവും. ആണ് എനിക്ക് വേണ്ടി 2 വർഷം എന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു. അപ്പം 4 ഇയർ കഴിഞ്ഞു. അപ്പൊ കഴിയാറായപ്പോ ഗ്രാജുവേഷൻ ടൈം ഒക്കെ ആയി. അപ്പൊ ഇനി ഞാൻ എന്തുവാ കർത്താവേ ചെയ്യുന്നത്? പപ്പ വീട്ടിൽ കയറ്റത്തില്ല, ബ്രദർ സപ്പോർട്ടാ, പക്ഷെങ്കിൽ നിന്റെ ആഗ്രഹം എന്തുവാ കർത്താവേ എന്നും പറഞ്ഞ് ഞാൻ ഈ ടെറസിന്റെ മുകളിലൊക്കെ രാത്രിയിൽ തനിയേ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് എൻജോയ്മെന്റ് എന്റെ പ്രാർത്ഥന. അങ്ങനെ ഞാൻ കരഞ്ഞ് കർത്താവിനോട് ഗ്രാജുവേഷൻ ടൈം വരെ എനിക്കറിയത്തില്ല എവിടാ എന്നും എനിക്കറിയത്തില്ല. അപ്പം ഗ്രാജുവേഷന്റെ സമയത്ത് അവിടെ പാസ്റ്ററിന് അറിയാമല്ലോ, സാധാരണ ഗ്രാജുവേഷൻ ടൈമിൽ വെസ്റ്റേൺ ആൾക്കാരാണല്ലോ ഗ്രാജുവേറ്റിംഗ് സെറിമണിക്ക് വരുന്നത്. അപ്പൊ ആ പ്രാവശ്യം ആ ബൈബിൾ കോളേജില് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു 15 പേര് ഓസ്ട്രേലിയൻസ് ആ ബൈബിൾ കോളേജിൽ വന്നു. അതിൽ 2 പാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പൊ നാളെ ഗ്രാജുവേഷൻ ആണെങ്കിൽ തലേ ദിവസം ഞങ്ങൾക്ക് സ്റ്റുഡൻസിനെല്ലാം കൂടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പം ഗ്രാജുവേറ്റിംഗ് സ്റ്റുഡൻസും അല്ലാത്തവരും എല്ലാം കൂടെ ഒരു 200
കൂടുതൽ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം ഇരിക്കുന്നു. അപ്പം വന്ന ഫോറിനേഴ്സ് എല്ലാം കൂടെ സ്റ്റേജിൽ ഇരിക്കുന്നു. അപ്പം മീറ്റിംഗ് 6 മണിക്ക് തുടങ്ങി, 9 മണിയായപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴ് അതിലെ ഒരു പാസ്റ്റർ തന്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഏഹ്, തന്നെ ഈ സ്റ്റേജിൽ ഇരുന്ന് ഞങ്ങൾ കണ്ടപ്പോഴ് ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നു, തന്നെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകണം. ഇത് കേൾക്കുക ഞാൻ അങ്ങ് ചിരിച്ചു. സാറാ ചിരിച്ചെന്ന് പറഞ്ഞ പോലെ ഏഹ്, ഓസ്ട്രേലിയ എന്ന് കേട്ടിട്ടേ ഉള്ളൂ, ചിന്തിക്കുന്നില്ല നമ്മള്. ഞാൻ അത് കേട്ടോണ്ട് അങ്ങ് ചിരിച്ചു. മേ ബി ഇറ്റ്സ് എ ജോക്ക എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ചിരിച്ചു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം എന്നിട്ട് 2 പാസ്റ്റേഴ്സ് ആയിരുന്നു. ആ മറ്റേ പാസ്റ്ററും അടുത്ത് വന്നു. ചോദിച്ചു, നിങ്ങൾ എന്തോ വർത്താനം പറയുന്നേ? അപ്പൊ ഈ പാസ്റ്റർ പറഞ്ഞു, ഈ കുട്ടിയെ കണ്ടപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു, ഇവളെ ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകണം. അപ്പൊ ഉടനെ ആ പാസ്റ്ററും പറഞ്ഞു, എനിക്കും അത് തന്നെ തോന്നി, അത് പറയാനാ ഞാനും വന്നത്. 2 പാസ്റ്റേഴ്സ് ഒരുപോലെ പറഞ്ഞു. അപ്പം ആദ്യം ചിരിച്ച ഞാൻ പിന്നെ ഷോക്കായിപ്പോയി. എനിക്ക് വിശ്വസിക്കാൻ, എനിക്ക് അന്നേരം മനസ്സിലായി ദൈവത്തിന്റെ നടത്തിപ്പായതെന്ന്. ഓക്കെ, ഞാൻ അതിന് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം ഗ്രാജുവേഷൻ കഴിഞ്ഞു. അവരെനിക്ക് അഡ്രസ്സ് തന്നു, എൻ്റെ അഡ്രസ്സും മേടിച്ചു. അങ്ങനെ ആ കോളേജിൽ അങ്ങനെ നടക്കാറില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിനെ എതിർക്കുകയും ചെയ്യും, അവർക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ പിള്ളേരെ അങ്ങനെ കോളേജിൽ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പൊ എന്നോട് ഈ ഫോറിനേഴ്സ് പറഞ്ഞു, ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ ആരോടും പറയുന്നില്ല. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഞാൻ എങ്ങും പോകാനൊക്കത്തില്ല, ഞാൻ നാട്ടിലോട്ട് തന്നെ ഞാൻ പോരാൻ വേണ്ടി ട്രെയിൻ കയറി. മറ്റു കൂട്ടുകാരുടെ കൂടെ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് പിന്നെ വീട്ടിലെങ്ങനെ പപ്പായുടെ പ്രതികരണം എങ്ങനെയാന്നുള്ള പേടിയുണ്ട്. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് പപ്പ ഒന്നും അനങ്ങിയില്ല. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പഠിച്ച നവജീവോദയത്തിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബീന ഇവിടെ വന്ന് പഠിപ്പിക്കാൻ. അപ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നെ അവർ പഠിപ്പിക്കാൻ വേണ്ടി ബൈബിൾ കോളേജിൽ വിളിക്കുന്നു, ഞാൻ പോവാന്നും പറഞ്ഞ് 2-3 ദിവസം വീട്ടിൽ നിന്നിട്ട് ഞാൻ ബൈബിൾ കോളേജിൽ പോയി, നവജീവോദയത്തിൽ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ കയറി. അപ്പം ഈ ഓസ്ട്രേലിയക്ക് വേണ്ടിയുള്ള വിസയ്ക്ക് ഏകദേശം 1 വർഷം എടുത്തു. അപ്പൊ ആ 1 വർഷം ഞാൻ ഈ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുക. അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ സ്നാനപ്പെട്ടു. 3-ാം വർഷം ചെന്ന് അവിടെ ഞാൻ അതിനു മുമ്പ് ഞാൻ സ്നാനപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ സ്നാനപ്പെട്ടു, അതിന്റെ ഇടയ്ക്ക് പറയാം. അങ്ങനെ അങ്ങനെ ഞാൻ പിന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച് 1 വർഷം കഴിയാറായപ്പം എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പൊ എനിക്ക് അന്ന് ഡൽഹി പോണം, പോയി പാസ്പോർട്ടിൽ വിസ സ്റ്റാമ്പ് ചെയ്യണം. അപ്പം അവിടുന്ന് എനിക്ക് എഴുത്ത് വന്നു, പാസ്പോർട്ട് വന്ന് സബ്മിറ്റ് ചെയ്യുക, വിസ സ്റ്റാമ്പ് ചെയ്യാനാന്ന് പറയും. അപ്പൊ അത് കേട്ട ഉടനെ ഞാനും എൻ്റെ ഇളയ ബ്രദറും കൂടെ ചെങ്ങന്നൂർ, ഞങ്ങളുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി ഡൽഹിക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തു. അപ്പം ഞങ്ങൾക്കറിയത്തില്ല എവിടെ ഇറങ്ങേണ്ടതെന്നൊന്നും. ഞങ്ങൾ പോയി ഡൽഹി സെൻട്രലിലുള്ള വലിയ സ്റ്റേഷനിലുള്ള ട്രെയിനിനുള്ള ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഡൽഹിയിലുണ്ട് ആ സമയത്ത്. എന്നിട്ട് ഞങ്ങൾ ആ കസിൻ സിസ്റ്ററിന് ഒരു എഴുത്തെഴുതി, ഇന്ന സമയത്ത് ഞങ്ങൾ എംബസിക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന സമയത്താണ് വരുന്നത്, ഞങ്ങളെ ഒന്ന് പിക്ക് ചെയ്യണമെന്നും പറഞ്ഞു ഒരു എഴുത്തെഴുതി. അന്ന് ഫോണൊന്നുമില്ല, 30 വർഷമായ കാര്യമാണ്. അപ്പം എഴുത്തെഴുതി. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഞങ്ങളും തയ്യാറായി. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു, അത് ഞങ്ങൾ അറിഞ്ഞില്ല. അതായത് ഞങ്ങള് ഇന്ന സ്റ്റേഷനിൽ വരും, ഡൽഹി സെൻട്രൽ സ്റ്റേഷനിൽ വരും, ഞങ്ങളെ പിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ എഴുതിയപ്പോഴ് ആ സ്റ്റേഷനിൽ നിങ്ങൾ ഇറങ്ങരുത്, ആ സ്റ്റേഷനും എൻ്റെ കസിൻ സിസ്റ്ററും തമ്മിൽ താമസിക്കുന്ന സ്റ്റേഷനും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്, 2-3 മണിക്കൂറെങ്കിലും ഡ്രൈവ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇറങ്ങല്ല, അതിനു മുമ്പ് ഇറങ്ങേണ്ട ആ സ്റ്റേഷന്റെ പേരും ഒക്കെ വെച്ച് അവരൊരു എഴുത്ത് എഴുതിയിരുന്നു. ആ എഴുത്ത് അവരുടെ വീട്ടിലോട്ട് അയച്ച, നാട്ടിലുള്ള ഞങ്ങളുടെ വീട്ടിലോട്ട് അയക്കാതെ അവരുടെ ആ കസിൻ സിസ്റ്ററിന്റെ വീട്ടിലോട്ടാണ് അയച്ചത്, നാട്ടിലുള്ള. അവര് ഞങ്ങളോട് അത് പറഞ്ഞില്ല. അപ്പൊ ഞങ്ങളിത് അറിയുന്നില്ല. ഞങ്ങൾ മീൻസ് 20 അത്ര ഏജ് ഉള്ള ഞാനും എൻ്റെ ഇളയ ബ്രദറും കൂടെ ഒന്നും അറിയുന്നില്ല, ട്രെയിനിലും കയറിയിട്ടില്ല. ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് പോകുക.
അപ്പൊ ഞങ്ങൾ അറിയുന്നില്ല ഇങ്ങനെ ഒരു എഴുത്ത് വന്നിട്ടുണ്ടായിരുന്നെന്ന് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഞങ്ങള് ട്രെയിൻ കയറാൻ വേണ്ടി ചെങ്ങന്നൂര് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. ചെന്ന് നിന്നപ്പോ ആ സമയത്ത് അതിന്റെ 1 വർഷം മുമ്പ് എന്റെ പപ്പ രക്ഷിക്കപ്പെട്ടായിരുന്നു. അതിനകത്ത് ഒത്തിരി ഞാൻ കടക്കുന്നില്ല, അങ്ങനെ ഒരുപാട് വൈഭവം സാക്ഷ്യം. അപ്പൊ പപ്പ അതിന്റെ ഇടയ്ക്ക് രക്ഷിക്കപ്പെട്ടു. അപ്പം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പപ്പായെ പറഞ്ഞു, "യോ, നിങ്ങളെ തന്നെ വിടുന്നത് എങ്ങനാ, എനിക്ക് കൊച്ചു പിള്ളേരല്ലേ" ഒക്കെ പറഞ്ഞ് പപ്പ ഇങ്ങനെ വിഷമിച്ച് പപ്പ ഞങ്ങൾ ഇങ്ങനെ നോക്കുമ്പം ഞങ്ങള് CSI ചർച്ചിലെ ആ ചർച്ചിലെ ഒരു മെമ്പർ, അദ്ദേഹം ഡൽഹി ജോലിയുള്ളത്, അപ്പൊ അദ്ദേഹം അവധി കഴിഞ്ഞ് തിരിച്ച് ഡൽഹിക്ക് പോകും. അദ്ദേഹത്തെ പപ്പ കണ്ടു. അപ്പം പപ്പായ്ക്ക് ഭയങ്കര സന്തോഷം. പപ്പ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഹല്ലേലിയ എന്നും പറഞ്ഞ് അവന്റെ പപ്പ അങ്ങനെ പെട്ടെന്ന് സ്ഥലം ഒന്നും നോക്കത്തില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഹല്ലേലിയ സ്തോത്രമൊക്കെ എവിടാന്നേലും വിളിച്ചു പറയും. അപ്പൊ ആ അങ്കിളിനെ കണ്ടപ്പോഴത്തേക്ക് എന്റെ മക്കളെ കൂട്ടി വിടാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ പപ്പ ഭയങ്കര സന്തോഷം. അപ്പം ആ അങ്കിളിനെ കൂട്ടി ഞങ്ങളെ വിട്ടു. ഞങ്ങൾ ട്രെയിനിൽ കയറി 3-ാമത്തെ ദിവസമായപ്പോ ഈ അങ്കിള് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഡൽഹിയിൽ എവിടാ ഇറങ്ങുന്നേ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്ന ഡൽഹി സെൻട്രൽ സ്റ്റേഷനില എന്നുള്ളത് എല്ലായിടത്തും കാണിച്ചു. പറഞ്ഞു, നിങ്ങൾ താമസിക്കാൻ പോകുന്ന നിങ്ങളുടെ കസിൻ സിസ്റ്ററിന്റെ അഡ്രസ് ഒന്ന് കാണിക്കും, നോക്കട്ടെ, എനിക്ക് നിങ്ങളെ അവിടെ വന്ന് കാണാമോ, ഒന്ന് കാണിക്കാമോ? ഞങ്ങൾ കാണിച്ചപ്പോ അങ്കിൾ പറഞ്ഞു, ഈ അവര് താമസിക്കുന്നത് എവിടെ കിടക്കുന്നു, ഈ നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷൻ എവിടെ കിടക്കുന്നു, നിങ്ങള് നിങ്ങൾ അവിടെ ഇറങ്ങരുത്, നിങ്ങൾ ഇറങ്ങേണ്ട സ്റ്റേഷന് വേറേതാ, അത് ഞാൻ കാണിച്ചു തരാം, അവിടെ നിങ്ങൾ ഇറങ്ങാവൂ. അപ്പം ഞാനും എന്റെ ബ്രദറും കൂടെ അങ്കിളിനോട് തർക്കിച്ചു, അങ്കിളെ, ഞങ്ങൾ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ ഇന്ന സമയത്ത് ആ ഡൽഹി സെൻട്രൽ സ്റ്റേഷനിൽ വരും, അവരവിടെ നിൽക്കും, അതുകൊണ്ട് അങ്കിള് ഞങ്ങൾ ചെയ്യത്തില്ല. അപ്പൊ അങ്കിള് പറഞ്ഞു, ഇല്ല, നിങ്ങൾ എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ ഒരു കാര്യം നിങ്ങൾ ചെയ്യ, നിങ്ങൾ അവരുടെ വീടിന്റെ അടുത്തുള്ള ആ സ്റ്റേഷൻ ആകുമ്പോൾ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ട്രെയിനിന്റെ അടുത്ത് ഡോറെ നിൽക്കണം. എന്നിട്ട് നിങ്ങൾ നോക്കണം നിങ്ങളുടെ കസിന്റെ ആരേലും ഉണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം ഇറങ്ങിക്കോളാം, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിക്കോളാം. അപ്പം ഈ അങ്കിള് ഞങ്ങളുടെ അടുത്തൊന്നും മാറുന്നില്ല, ഞങ്ങളെ അങ്ങ് നിർബന്ധിക്കുക അങ്ങ്. അപ്പം ഞാനും എന്റെ ബ്രദറും കൂടെ എല്ലാം പാക്ക് ചെയ്ത് ആ അങ്കിള് പറഞ്ഞ് ആ സ്റ്റേഷൻ എടുക്കാറായപ്പോ പാക്ക് ചെയ്ത് നിൽക്കുക. രാത്രി അപ്പോഴത്തേക്ക് ഒരു 8 മണിയാണ്, നല്ല ഇരുട്ടുമുണ്ട്. എന്നപ്പം വാതിക്കല ഞങ്ങൾ അങ്ങ് നിൽക്കുകയും ട്രെയിൻ സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് നോക്കുന്നത് ആ കസിൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ മുഖത്തോട്ട് നോക്കുന്ന കറക്റ്റ്. പെട്ടെന്ന് എന്റെ ബ്രദർ പറഞ്ഞു, അയ്യോ ബീന, അതാണ്ട് അങ്കിള് നിൽക്കുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ എടുത്തു പെട്ടെന്ന് ചാടി ട്രെയിൻ വിട്ടു, ഞങ്ങൾ കൈ കാണിച്ചു, ഞങ്ങളും പോയി. അപ്പൊ ഞങ്ങൾ ഇറങ്ങി ഉടനെ ഈ ഞങ്ങളുടെ കസിൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറയുക, ഞാൻ എഴുതിയല്ലോ വീട്ടിലോട്ട്, അവര് നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സംഭവം, എഴുത്തോ ഒന്നും. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യമായിപ്പോയി, അതെന്താ അവര് നിങ്ങളോട് അങ്ങനെ പറയാഞ്ഞ്, നിങ്ങൾക്ക് ആ ബ്രദർ നിങ്ങളെ ഇവിടെ ഇറക്കിയില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഒരിക്കലും എനിക്ക് പിക്ക് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അന്ന് മൊബൈലോ ഒന്നുമില്ല. ഞങ്ങൾ പോയി ഡൽഹി സെൻട്രൽ സ്റ്റേഷനിൽ പോയി ഇറങ്ങും, രാത്രി 12 മണിക്കെങ്ങാണ്ട് അവിടെ ചെല്ലുന്നെന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, നിങ്ങൾ 2 പിള്ളേരാ രാത്രി പോയ ഡൽഹിയിൽ എന്തോ, നിങ്ങൾ എങ്ങനെ ആയിരുന്നേന്. ആ അങ്കിള് അവരുടെ വീട്ടിൽ വിളിച്ച്, ഒരു കസിൻ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് വീട്ടിൽ വിളിച്ച് അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു, നിങ്ങൾ ആ കൊച്ചു പിള്ളേരോട് എന്തിനാ അങ്ങനെ ചെയ്തതെന്ന്. അവരൊന്നും ഉത്തരവും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഓർക്കുകയായിരുന്നു, ദൈവം ഒരുക്കിയ വഴിയെ തടയാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഒരാള് നമുക്ക് വഴി അടച്ചാലും ദൈവം തന്റെ ദൂതനെ വിട്ട് നമുക്ക് മുൻപായി നമ്മുടെ പാതയെ ഒരുക്കുമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങളെ തെള്ളി ഇറക്കുകയായിരുന്നു. നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. ആ അർദ്ധരാത്രി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങുന്നിടത്ത് തന്നെ ആ അദ്ദേഹത്തെ നിർത്തി. അങ്ങനെ വലിയൊരു അത്ഭുതം അന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഡൽഹി ചെന്നു, എംബസി ചെന്നു, വിസ സ്റ്റാമ്പ് ചെയ്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ ഓസ്ട്രേലിയക്ക് വരാൻ വേണ്ടി എല്ലാം പാക്ക് ചെയ്തപ്പം ഞങ്ങളുടെ ഒരു വെരി ക്ലോസ് റിലേറ്റീവ്, ഒത്തിരി ക്ലോസ് ആയ റിലേറ്റീവിനാണ് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വലിയൊരു തുണിക്കടയുണ്ട്, റെഡിമെയ്ഡ് ലേഡീസ്. അവർ പണ്ട് മുതലേ പണക്കാര. കൊച്ചിലെയൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് അവിടുന്ന് ഒരു ഉടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ, അത്രയ്ക്ക് കൊതിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് വലിയ പണക്കാരുമാണില്ല.
ഒരു ഉടുപ്പ് പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പൊ ഈ കുറ്റം പറയാല്ല, തന്നിട്ടില്ല. അപ്പം ആ ഞാൻ എല്ലാം എന്റെ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ എനിക്കന്ന് ഒരു 7 കിലോ ഉള്ള ലഗേജേ ഉള്ളൂ. മെയിൻ ലഗേജ് എനിക്ക് എടുക്കാനില്ല, അത്രയ്ക്ക് എന്റെ സാധനം ഒന്നുമില്ല. അപ്പൊ ആ കടയിലെ എന്റെ വെരി ക്ലോസ് റിലേറ്റീവ് ആന്റിയ, ആന്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉം, ഞാൻ ഒരു ചുരിദാർ നിനക്ക് കടയിൽ നിന്ന് എടുത്തു, അത് വഴക്കുണ്ടാക്കിയ എനിക്ക് തന്നത്. ഏഹ്, അതുകൊണ്ട് ഒന്നും ചിന്തിക്കല്ല, നീ ഇതൊക്കെ ഒരു ചുരിദാർ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് എന്റെ കൈ കൊണ്ടു തന്നു. കൈ കൊണ്ടു തന്നപ്പോ എനിക്ക് വിഷമം തോന്നി മനസ്സിൽ. കർത്താവെ, ഇത്രയും നാളും ഞങ്ങൾക്ക് ആഗ്രഹിച്ചിട്ട് ഒരു ഡ്രസ്സും ആരും തന്നിട്ടില്ല. വളരെ കഷ്ടതയിൽ കൂടെ ഞങ്ങൾ കടന്നു. ഞാൻ ഒന്നും വിവരിക്കുന്നില്ല. പക്ഷെ ഇപ്പം ഓസ്ട്രേലിയയിൽ പോകുന്നു, എന്നിട്ട് എന്തിനാ വഴക്കുണ്ടാക്കിക്കൊണ്ട് എനിക്കൊരു ചുരിദാർ കൊണ്ടെത്തിയിരുന്നത് മനസ്സിൽ ചിന്തി. ഞാൻ ഒന്നും പറയാൻ പോയി. അങ്ങനെ ഓസ്ട്രേലിയയിൽ ഞാൻ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പൊ എന്നെ കൊണ്ടുവന്ന ആ ചർച്ചില് പാസ്റ്റർ, വൈഫ്, 3 പിള്ളേർ, അവരുടെ കൂട്ടത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ ആ ചർച്ചിലെ ഒരു മെമ്പറിന് ഈ മെൽബൺ സിറ്റിയിൽ വലിയൊരു ലേഡീസിന്റെ ഒരു തുണിക്കടയുണ്ട്, ലേഡീസിന്റെ മാത്രം. പെട്ടെന്ന് അവരതങ്ങ് ക്ലോസ് ഡൗൺ ആയി, അവരടച്ചു പൂട്ടി. അപ്പം ഞാൻ ഈ പാസ്റ്ററിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ, ഒരാഴ്ചയായുള്ളൂ ഞാൻ വന്നിട്ട്, ആ കടയിലെ ആ ചർച്ച് മെമ്പർ ഒരു വണ്ടി നിറച്ച് ഒരു 5-8-10 സൂട്ട് കേസ് നിറച്ച് ലേഡീസിന്റെ ഡ്രസ്സുമായിട്ട് ഈ പാസ്റ്ററിന്റെ വീട്ടിൽ വന്നിട്ട് ലൗഞ്ചിലോട്ട് ഈ പെട്ടിയെല്ലാം എടുത്തിട്ടിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചു, ബീന, ബീനായ്ക്ക് ഇഷ്ടമുള്ളത്, ആവശ്യമുള്ളത് എല്ലാം പുതിയ പുതിയ ഡ്രസ്സ് എടുക്ക്. എന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, എന്തെങ്കിലും അധികമുള്ളതും എല്ലാം ചാരിറ്റിക്ക് വേണ്ടി ഇന്ത്യക്കോ ഫിലിപ്പീൻസിലോ അയച്ചേക്കാൻ പറയും. ഞാൻ ഷോക്കായിട്ട് നിൽക്കുക ഇതെല്ലാം കണ്ടോട്ട്. അപ്പം പാസ്റ്ററുടെ വൈഫ് എന്നെ വിളിച്ചു പറഞ്ഞു, ബാ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഓരോ സൂട്ട് കേസ് അങ്ങോട്ട് തുറക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത്രയും മനോഹരമായ ഡ്രസ്സുകൾ. ഒരു 100 കണക്കിന് ലേഡീസ് ഡ്രസ്സ്, ഏതെല്ലാം രീതി വേണം, നല്ല നല്ല. എനിക്ക് എടുക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു, ആന്റി, എനിക്ക് ഒത്തിരി ഒന്നും വേണ്ട, എനിക്ക് ഇടാനുള്ളത് മതി. എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു. ഞാൻ പറഞ്ഞു, ആന്റി എടുക്കും, എനിക്ക് വേണ്ട, കുറച്ച് മതി. സത്യം പറയാ പാസ്റ്ററെ, എന്റെ ജീവിതകാലം മൊത്തം ഇട്ടാൽ എനിക്ക് തീരത്തില്ല. ഞാൻ വന്നതേ ഉള്ളൂ, എന്റെ പൈസ ഇല്ല, എനിക്ക് ഡ്രസ്സ് ഇല്ല. ഞാൻ വന്നത് ഒരു ബാഗ് കൊണ്ടാണ്, എന്റെ അധികം ഡ്രസ്സും ഇല്ല. എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് ആ കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട്. അതുപോലെ ജീവിതകാലം ഇടാനുള്ള ഡ്രസ്സ് എന്റെ ദൈവം എനിക്ക് തന്നു. എന്നെ ഇത് ഷോക്കാക്കിയത്, ഒരു കടയുള്ള ഒരാള് ഒരു ചുരിദാർ തരാന് വഴക്കുണ്ടാക്കിയെങ്കിലും, കടയുള്ള ഒരാളിനെ, വലിയ കടയുള്ള ഒരാളിനെ കൊണ്ട് കട അടപ്പിച്ചിട്ട് അത് മുഴുവൻ കൊണ്ട് തന്ന ദൈവം, ഈ ദൈവം എത്ര വലിയവനാണ്. ഞാൻ ദൈവത്തിന്റെ കരം കാണാൻ തുടങ്ങി. ഓസ്ട്രേലിയ വന്നപ്പോ എനിക്ക് കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ദൈവം എന്നെ ഉറപ്പിച്ചു. കാരണം ആരുമില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ 30 വർഷം ഇവിടെ മലയാളികളായിട്ട്, ഇന്ത്യൻസ് ആയിട്ട് ആരെയും ഞാൻ കാണുന്നില്ല. ഭാഷ ശരിക്കും അറിയത്തില്ല, ഫുഡ് ശരിയാകുന്നില്ല, ഞാൻ പെൻസിൽ പോലായി. പക്ഷെ അതിനു മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു, എന്റെ പ്രൊവിഷൻ നിന്റെ കൂടെ ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള ഡ്രസ്സ് എല്ലാം ദൈവം ഒരുക്കി എന്നെ ദൈവം സംരക്ഷിച്ചു. അങ്ങനെ ഒരു വർഷം, ആദ്യത്തെ വർഷം ഞാൻ ചർച്ചില് യൂത്തിന്റെ മീറ്റിങ്ങില്, ലേഡീസിന്റെ മീറ്റിങ്ങിലൊക്കെ എന്നാൽ കഴിവത് ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ വിവാഹം നടക്കുന്നത്. എന്റെ വിവാഹത്തെ പറ്റി പറയുകയാണെങ്കിൽ, എന്റെ ഹസ്ബൻഡ്, അദ്ദേഹത്തിന്റെ പേര് പീറ്റർ. അദ്ദേഹം ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. PhD, നല്ല ഒരു വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. മാത്രമല്ല, ക്രിയേഷൻ മിനിസ്ട്രി ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അത് എവല്യൂഷൻ എതിരായിട്ട് പ്രവർത്തിക്കുന്ന നല്ല വലിയ വലിയ ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് തർക്കിച്ച് ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടാവെന്നുള്ള നടത്തുന്ന ഒരു മിനിസ്ട്രി ആയത്. അതിലെ വലിയൊരു പ്രവർത്തകനാണ് അദ്ദേഹം. ബുക്കുകൾ എഴുതുകയും അങ്ങനെ മീറ്റിംഗ് പ്രഭാഷണം നടത്തി ഒത്തിരി പേരുണ്ട്. ആ മീറ്റിങ്ങിലെ ഒരംഗം കൂടാണ് അദ്ദേഹം. അദ്ദേഹമായിട്ടുള്ള വിവാഹം എങ്ങനെയാണ് എന്റെ നടന്നതെന്ന്, അതും വലിയൊരു മിറക്കിളാണ്. അത് ഞാനൊന്ന് എല്ലാം ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്, എന്റെ പുകഴ്ചയ്ക്കല്ല ഞാൻ പറയുന്നത്. ആ വിവാഹം നടന്നതെന്ന് പറഞ്ഞാല്, എന്റെ ഹസ്ബൻഡ് രക്ഷിക്കപ്പെടുന്നത്, അദ്ദേഹം 25 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നത്.
അപ്പൊ രക്ഷിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം ദൈവത്തോടൊരു തീരുമാനമെടുത്തു. ഇപ്പൊ ഇവിടുത്തെ ഒരു കൾച്ചർ ഉണ്ടല്ലോ, നമ്മൾ സ്വയം പാർട്ട്നേഴ്സിനെ കണ്ടുപിടിക്കുക. അപ്പം അദ്ദേഹം ദൈവഭാഗ തീരുമാനമെടുത്തു, കർത്താവെ, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. നീ ആരെയാ കൊണ്ടിരുന്നത്, നീ പറയുന്നവരെ ഞാൻ കല്യാണം കഴിക്കും, അത് എത്ര ലേറ്റ് ആയാലും. അങ്ങനെ പറഞ്ഞ് പുള്ളി ആ വിഷയം അങ്ങ് വിട്ട്, അങ്ങനെ ഇവിടുത്തെ പോലെ പാർട്ട്നേഴ്സിനെ നോക്കി നടക്കുന്ന അങ്ങനെ ഒന്നിനും പുള്ളി പോകാതെ പുള്ളിയുടെ ജോലി കാര്യങ്ങളും പഠിത്തമായിട്ട് ജോലി ഇങ്ങനെ പോയി പുള്ളി. അപ്പൊ ഒരു ദിവസം 26 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു ദർശനം കണ്ടു. ആ ദർശനം കാണുന്നത്, അദ്ദേഹം കണ്ടത് ഒരു നീളമുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഒരു ചാര കളറിലുള്ള ഒരു ഡ്രസ് ഇട്ടേക്കുന്നു, കറുത്ത മുടി. അപ്പൊ ആ പെൺകുട്ടി മുൻപിൽ വന്ന് നിൽക്കുക ദർശനത്തിൽ. അപ്പൊ ഈ പെൺകുട്ടിയോട് എന്റെ ഹസ്ബൻഡ് ചോദിക്കുന്നു, ഹു ആർ യു എന്ന് ചോദിച്ചപ്പം ഈ പെൺകുട്ടി മറുപടി പറയുന്നു, ഐ എം യുവർ വൈഫ്, ഞാൻ നിന്റെ ഭാര്യയാണ്. പെട്ടെന്ന് പുള്ളി അങ്ങ് ഉണർന്നിട്ട് പുള്ളി ചിന്തിച്ച്, ഇത് ഓസ്ട്രേലിയൻ പെൺകുട്ടിയല്ല, വേറെ ഏതോ നാഷണാലിറ്റിയാ. ദൈവം ഇങ്ങനെ സംസാരിച്ചല്ലോ, അതേപ്പറ്റി പുള്ളി ഒത്തിരി ഇങ്ങനെ ചിന്തിച്ച് ആ വിഷയം അങ്ങ് വിട്ടു കുറെ നാളത്തേക്ക്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു ദർശനം പുള്ളി കാണുക. ആ ദർശനത്തില് നീളമുള്ള ഒരു പെൺകുട്ടി, ഡാർക്ക് സ്കിന്ന്, കറുത്ത മുടി. ഞാൻ ആ ഡ്രസ്സ് പാസ്റ്ററെ കാണിക്കാം, എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ചാര കളറിലുള്ള ഒരു ഡ്രസ്, ഇതാ പുള്ളി ദർശനത്തിൽ കാണുന്നു. ചാര കളറിലുള്ള ഡ്രസ്സും ഇട്ട് മുമ്പിൽ നിൽക്കുക. അപ്പം അത് രണ്ടാമത്തെ ദർശനം. അതും കഴിഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ആ രണ്ടാമത്തെ ദർശനം കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടും ആരെയും കാണുന്നില്ല. അങ്ങനെ ദർശനത്തിൽ കണ്ട ഒരു പെൺകുട്ടിയെയും കാണുന്നില്ല. അത് പിന്നെയും പുള്ളി അങ്ങ് വിട്ടു. മൂന്നാമതൊരു ദർശനം കാണുന്നു. ഈ പെൺകുട്ടിയുമായിട്ട് വിവാഹം കഴിച്ചിട്ട് ഇപ്പൊ ഈ ക്രിയേഷൻ മിനിസ്ട്രിയുടെ മാസിക പുള്ളി ഇങ്ങനെ മാഗസിൻ വോളിയം ഇങ്ങനെ 6 മാസം കൂടുമ്പം വരാറുണ്ട്. അപ്പൊ ഈ ദർശനം കിട്ടുന്ന സമയത്ത് ഒരു 12ാമത്തെ വോളിയം കണ്ടാ വന്നത്. അപ്പം ദർശനത്തിൽ കാണുന്നത്, ഈ കുട്ടിയുമായിട്ട് വിവാഹം നടന്നിട്ട് ആ കുട്ടി ഈ 24ാമത്തെ ക്രിയേഷൻ മാഗസിന്റെ വോളിയം പിടിച്ചിങ്ങനെ റൂമിൽ നിൽക്കുന്നതായിട്ട്. ഇങ്ങനെ 3 ദർശനം പുള്ളി കണ്ടു. ദർശനം കണ്ടിട്ട് അത് എന്നെ കാണുന്നതിന് ഏകദേശം 7 വർഷം മുമ്പ്, അദ്ദേഹം ശരിക്കും പറയും കണക്കൊക്കെ, എന്നെ കാണുന്നതിന് 7 വർഷം മുമ്പ്. അങ്ങനെ ഈ 3 ദർശനം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ദിവസം അദ്ദേഹം അവിചാരിതമായിട്ട് ഞാൻ പോകുന്ന ചർച്ചിൽ വന്നു. ഇവിടെ ചർച്ചിൽ പലരും മെമ്പർഷിപ്പ് എടുക്കാറില്ല, ചിലപ്പം ഇഷ്ടമുള്ളിടത്തൊക്കെ ഒന്ന് പോകും, അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്. അപ്പം അന്ന് പുള്ളി എങ്ങനത്തെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം അവിചാരിതമായിട്ട് ഞാൻ പോകുന്ന ചർച്ചിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞത്, പിന്നെ അദ്ദേഹം എന്നെ കണ്ടപ്പം ഒരു 4 വർഷം മുമ്പ് ദൈവം കാണിച്ച ആ ദർശനത്തിൽ കണ്ട അതേ പെൺകുട്ടി എന്നോട് പറയുന്ന, ആ ഫേസ് കട്ട് പോലും അതുപോലായിരുന്നു. അതേ രീതിയിൽ എന്നെ കണ്ടപ്പം ഞാൻ ഈ ഡ്രസ്സായിട്ടിരുന്നേ, ആദ്യമായിട്ട് എന്നെ കാണുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സും ഇത് എന്റെ ഫീച്ചർ അതുപോലെ തന്നെയെന്ന് അദ്ദേഹം പറയുന്നത്. ആ നീളവും ആ മുടി, ആ ഫേസ് കട്ടും, ആ ഡാർക്ക് സ്കിൻ എല്ലാം. അദ്ദേഹം പറഞ്ഞു ഷോക്കായി പോയെന്ന് പറഞ്ഞു. ആ ദർശനം പെട്ടെന്ന് മനസ്സിൽ. അന്നേരം ഒന്നും അദ്ദേഹം ആരോടും പറഞ്ഞില്ല. അങ്ങനെ 3-4 ആഴ്ച ചർച്ചിൽ വന്നിട്ട് പാസ്റ്ററോട് വിളിച്ചിട്ട് പാസ്റ്ററോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കണ്ട ദർശനമൊക്കെ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ വരെ ഉണ്ട് അദ്ദേഹത്തിന് ആ സമയം. അപ്പം ഞാനിത് ചോദിക്കുകയും ചെയ്തു. അന്നേരം പറഞ്ഞിതെല്ലാം അഭിഷേകവും അന്യഭാഷയും എല്ലാം സംസാരിക്കുന്നു. അപ്പൊ എനിക്കും വ്യക്തമായി അദ്ദേഹം കറക്റ്റാ പറയുന്നത്. കാരണം ദൈവം അത്രയും ദൈവത്തിന്റെ ഇതുള്ളതുകൊണ്ടാണല്ലോ ദൈവം അങ്ങനെ കാണിക്കും. അങ്ങനെ ആണ് അദ്ദേഹം. അപ്പം ഞാൻ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിന് ഈ ദർശനം കിട്ടുമ്പോൾ എനിക്ക് അന്ന് നാട്ടില് ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്ന ടൈമാണ്, കണക്ട് ചെയ്യുവാന്ന്. എനിക്ക് 18 വയസ്സ്. അപ്പൊ ആ സമയത്ത് എനിക്കാണെങ്കിൽ ഒരു പ്രെയർ മീറ്റിങ്ങിൽ വെച്ച് ഒരു പ്രവാചകി എന്നോട് പ്രവചിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ടി ഇങ്ങനെ വാക്ക് ഉപയോഗിച്ച്, മോളെ, നിനക്കായിട്ട് ഒരു ബോവസിനെ വെസ്റ്റേൺ രാജ്യത്ത് ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടോണ്ട് എന്റെ കൂട്ടുകാരികൾ അത് കഴിഞ്ഞിട്ട് എന്നെ കളിയാക്കി,
നിനക്ക് വേണ്ടി ഒരു സായിപ്പിനെ ദൈവം ഒരുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയല്ലേ പറഞ്ഞു വെസ്റ്റേൺ രാജ്യത്തുനിന്ന്. അപ്പം അന്ന് വരെ എനിക്ക് കല്യാണം കഴിക്കണമെന്നേ ഇല്ലായിരുന്നു. എനിക്ക് സുശേഷ വേല ചെയ്യണം, സുശേഷ വേല ചെയ്യണമെന്ന താല്പര്യം മാത്രമേ. അപ്പൊ ഈ പ്രവചനം എന്റെ മേൽ വന്നപ്പോ എന്റെ മനസ്സിൽ എന്തോ ദൈവത്തിന്റെ ഹിതം എനിക്കിങ്ങനെ എന്തോ ആന്ന് എനിക്ക് അറിയാതിരുന്നു. അതേ സമയത്താണ് എന്റെ ഹസ്ബൻഡിന് ഇവിടെ ദൈവം ദർശനം കൊടുക്കുന്നത്. അപ്പൊ ഇത് കൂട്ടി യോജിക്കുമ്പോൾ രണ്ടും കണക്റ്റഡ് ആയി. അത് മാത്രമല്ല, ഏഹ് ഞാൻ പിന്നെ എന്നെ അതിശയിപ്പിച്ചത് എന്റെ 18-ാമത്തെ വയസ്സില് ആണ് അദ്ദേഹത്തിന് ദർശനം കിട്ടുന്നത്. അപ്പം ഞാൻ 25-ാമത്തെ വയസ്സിലാണ് എന്റെ കല്യാണം നടക്കുന്നത്. 25-ാമത്തെ വയസ്സിൽ ഞാൻ ഏത് ഡ്രസ്സാണ് ഇടുന്നത്, അദ്ദേഹം എന്നെ കാണുമ്പം ഞാൻ ഇടുന്ന ഡ്രസ്സ് ഏതായിരിക്കും, എന്റെ കളറ്. അദ്ദേഹം ചിലപ്പം പറയുന്നത് ഇപ്പോഴും പറയാറുണ്ട്, ഞങ്ങളൊരു 10,000 പ്രാവശ്യം ഈ ദർശനം പറയാറുണ്ട്. ചിലപ്പോൾ ഈ ഫേസ് കട്ട് അതേ രീതിയിലാന്നാ പറയുന്നത്, അതേ ഫീച്ചർ. അപ്പൊ ദൈവം എത്ര വ്യക്തമായിട്ട് നമ്മൾ ചെറുപ്പമായിരിക്കുമ്പം തന്നെ, 18 വയസ്സായപ്പം തന്നെ ഞാൻ 25-ലെ എങ്ങനായിരിക്കും എന്റെ ഷേപ്പ്, ഏത് ഡ്രസ്സാ ഞാൻ ഇടാം, ദൈവം എല്ലാം കൺഫേം ചെയ്ത് വെച്ച് വിശ്വസ്തനായ ദൈവം എത്ര വലിയവനെന്ന ഞാൻ. അപ്പൊ മാത്രമല്ല, അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കർത്താവ് കാണിച്ചല്ലോ 24-ാമത്തെ ക്രിയേഷൻ മാഗസിന്റെ വോളിയം പിടിച്ചോണ്ട് ഞാൻ നിൽക്കുന്നത്. അതേ രീതി സംഭവിച്ചു. ആ കല്യാണം കഴിഞ്ഞ് തൊട്ടടുത്ത ആഴ്ച 24-ാമത്തെ മാസിക വന്ന് എന്നെ എടുത്തു കാണിച്ചു, തേണ്ട ദർശനത്തിൽ കാണിച്ചതാണ്. പാസ്റ്ററെ, എനിക്ക് ഇന്നും ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഈ ദർശനം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ഈ ക്രിയേഷൻ മിനിസ്ട്രിയുടെ ഇതായിട്ടൊക്കെ ഞങ്ങൾ പോയി. അനേകരോട് ഇവിടെ ആണെങ്കിലും ഈ സാക്ഷ്യമോ പറയുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവം ഇങ്ങനെ നമ്മളെ യോജിപ്പിക്കുമോ എന്ന് അതിശയം. എനിക്ക് ഇന്നും ഞങ്ങളുടെ കുടുംബജീവിതത്തിലെ ഞങ്ങളെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത് ഇതാ, ദൈവം ഞങ്ങളെ രണ്ടുപേരെയും കണ്ടു എന്നുള്ള, അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നടത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എന്റെ വിവാഹം കഴിഞ്ഞു. അത് മാത്രമല്ല, എന്റെ ഫാമിലിയെ പറ്റി പറയുവാണെങ്കിൽ, എന്റെ ഫാമിലി ഞങ്ങളുടെ ദേശത്ത് വലിയ സാമ്പത്തികമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരു ചെറിയ കുടുംബമായിരുന്നു. എന്റെ ഹസ്ബൻഡിനെ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ്, എന്റെ മമ്മി എപ്പോഴും പറയും പീറ്ററിനെ വിളിക്കുന്നത് മോശ എന്നാ വിളിക്കുന്നത്, മോസസ്. അപ്പൊ അനുഭവം മനസ്സിലാകുമല്ലോ. അടിമത്തത്തിൽ കിടന്ന ആളിനെ മോശ മുഖാന്തരം ഉയർത്തിയെന്ന് പറഞ്ഞ പോലെ ഈ എന്റെ ഹസ്ബൻഡ് മൂലം ഞങ്ങളുടെ ഭവനത്തിൽ ഭയങ്കരമായ ഒരു സാമ്പത്തിക, ദൈവം എല്ലാ രീതിയിലും ഞങ്ങളുടെ ദേശത്തെ ഏറ്റവും വലിയ 2 നില, അന്ന് ഇന്ന് പല വീടുകൾ വന്നു, ഒരു 25 വർഷം മുമ്പ് ഏറ്റവും വലിയ വീട്, എല്ലാ കാര്യങ്ങളും ഈ ഒറ്റ ഒരു മനുഷ്യൻ മൂലം ദൈവം അങ്ങ് അനുഗ്രഹിച്ചാണ്. എന്നെ മാത്രമല്ല, എന്റെ കുടുംബത്തെ, എന്റെ സഹോദരങ്ങളെ എല്ലാം ഈ മനുഷ്യൻ മൂലം അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ അങ്ങനെ ഞങ്ങള് ജീവിതം മുമ്പോട്ട് പോകുന്നു. അദ്ദേഹം പ്രൊഫസറായിട്ട് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നു. പിന്നെ മിനിസ്ട്രിക്കുള്ളപ്പോൾ ഞാൻ കൂടെ പോകും. എനിക്ക് വലിയ കാര്യമൊന്നും മിനിസ്ട്രി ഇല്ലെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ കർത്താവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നത് എന്റെ എൻജോയ്മെന്റ്. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു, വീട്ടുകാരെ നോക്കി അങ്ങനെ മുമ്പോട്ട് പോകും. അങ്ങനെ എന്റെ 45, ചുരുക്കമായിട്ട് പറയുകയാണ്, 45 വയസ്സ് വരെ ഞങ്ങൾ നല്ല ഇതായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി. 45-ാമത്തെ വയസ്സ് ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹാർട്ടിന് കൊച്ചിലെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ 45 വയസ്സ് വരെ എന്റെ ഹാർട്ടിന് യാതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ നല്ല ദൈവം, ഞങ്ങൾ പല രാജ്യങ്ങളിൽ ഞങ്ങൾ പോയി, വെക്കേഷനായിട്ട് പോയി, അല്ലാതെ പോയി, എല്ലാ രീതിയിലും ദൈവം ഞങ്ങളെ അനുഗ്രഹത്തോടെ നടത്തി. അപ്പൊ 45 വയസ്സായപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് ഭയങ്കര പെയിൻ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ആദ്യം ഒരു MRI എടുത്തു. നോക്കിയപ്പോ ഒന്നും കാണാനില്ല. പിന്നെയും വേദന ഭയങ്കര ശക്തം. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് അവര് MRI പിന്നെ എടുത്തപ്പോഴും അവർക്കൊന്നും കാണാനില്ല. പക്ഷെ ആ പെയിന് ഭയങ്കര ശക്തമായിരിക്കുമ്പം തന്നെ എന്റെ ഈ വലത്തെ ഷോൾഡറിലോട്ട് ആ പെയിൻ പോയിട്ട് എന്റെ ഈ കൈ അങ്ങ് ഫ്രോസൺ ആയി, അനക്കാനൊക്കത്തില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുമ്പം തന്നെ പിന്നെ പെട്ടെന്ന് 1 മാസം കഴിഞ്ഞപ്പോ ഈ ലെഫ്റ്റ് ഹാൻഡും അതുപോലായി. ഇതിന് കാൽസിഫിക് ടെൻഡിനോപ്പതി എന്ന് പറഞ്ഞ ഒരു രോഗവും, പിന്നെ ഇതിന് ഫ്രോസൺ ഷോൾഡർ, ഭയങ്കര പെയിൻ,
അത്ര എനിക്ക് ഇരിക്കാനൊക്കത്തില്ല, കിടപ്പും മാത്രം, ഇരുന്ന ചാരി ഇരിക്കാനും, നടക്കുവാന്നെ 2 3 സ്റ്റെപ്പ്, എന്റെ ഈ ബോഡി വെയിറ്റ് ഷോൾഡറിന് താങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ ഒരു അവസ്ഥയിലായി. അപ്പൊ ഈ പെയിൻ കുറയ്ക്കാൻ വേണ്ടി 2 സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ ഇവിടെയും ചെയ്തു, ഇവിടെയും ചെയ്തു. ഒരു 3 4 മാസം കഴിഞ്ഞപ്പം പെയിന് ഷോൾഡേഴ്സിന്റെ അങ്ങ് കുറഞ്ഞു. പക്ഷെങ്കില് ഈ നെക്കിന്റെ പെയിൻ അതിശക്തമാണ്. എനിക്ക് കിടക്കാനൊക്കത്തില്ല. എന്റെ ഹസ്ബൻഡ് ഒരു കുഞ്ഞിനെ കോരി എടുക്കുന്ന പോലെ എന്നെ കോരിക്കട്ടിലെ കൊണ്ട് കിടത്തും. രാവിലെ ആ കിടപ്പ് ഒറ്റ കിടപ്പ, അങ്ങോട്ടും ചെയ്യത്തില്ല ഇങ്ങോട്ടും ചെയ്യത്തില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ കോരി എടുക്കുന്ന പോലെ എടുക്കും. ഒരു കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നു അതേ രീതിയിൽ എല്ലാ രീതിയിലും വാരിത്തരണം, കഴിക്കാൻ കൈയൊന്നും പൊങ്ങത്തില്ല. ഒരു രീതി ഞാൻ വീൽ ചെയറിൽ എന്ന് പറഞ്ഞ പോലെ. ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഞങ്ങൾ നോക്കിയിട്ട് രോഗമൊന്നുമില്ല, ഇതെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇഫ് യു ആർ ലക്കി ഒരു 4 വർഷം കഴിയുമ്പോൾ ഈ കൈ മൂവ്മെന്റ് കിട്ടും. പക്ഷെ ഈ ഷോൾഡർ പെയിന് ഇത് ലൈഫ് ലോങ് ആയിട്ട് മാറത്തില്ലെന്ന് പറയും. പക്ഷെ അന്നേരം എന്ത് വന്നേലും ആകട്ടെ എന്നേ ഉള്ളൂ. കാരണം കർത്താവാണല്ലോ കൂടെ ഉള്ളത്, കർത്താവിന്റെ ഹിതം അങ്ങനെ ഞാൻ അങ്ങനെ അങ്ങ് ഇരുന്നോളാം എന്നുള്ള. ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല ആരോടും. എൻ്റെ ഒരു സ്വഭാവം ഉണ്ട്, എന്തുകൊണ്ടില്ല ആരോടും പറയത്തില്ല. ഇവിടെ ഉള്ള ഫ്രണ്ട്സിനോടും പറയത്തില്ല, ആരോടും പറയത്തില്ല, ദൈവത്തോട് മാത്രം പറയും. അങ്ങനെ അത് കോവിഡിന്റെ ടൈം ആയിരുന്നു. കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുമില്ല, അപ്പം പറയുകയും വേണ്ട. ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു, വേദനയോടെ ഇരുന്നു, അത് സഹിച്ചു. ഒരു 3 വർഷം ശരിക്കും ഞാൻ അനുഭവിച്ചു, ഒട്ടും എനിക്ക് വയ്യ. 3 വർഷം കഴിഞ്ഞപ്പം ചെറുകെ എൻ്റെ ഷോൾഡർ മൂവ്മെന്റ് ഒക്കെ തിരിച്ചു കിട്ടി തന്നെ. ഇപ്പം ദൈവത്തിന്റെ ഒരു 4 വർഷമായപ്പം കംപ്ലീറ്റ്ലി എൻ്റെ ഹാൻഡ്സ് രണ്ടും തന്നെ ഹീലായിട്ട്. ഡോക്ടർ പറഞ്ഞു എൻ്റെ നെക്ക് ഒരിക്കലും ശരിയാകത്തില്ല, എൻ്റെ നെക്കിനും പ്രശ്നമില്ല. ഇപ്പം ഒരു വെള്ളം പോലെ കഷ്ടത നീ മറക്കുമെന്ന് പറഞ്ഞ പോലെ അത് ഒഴുകിപ്പോയ വെള്ളം പോലെ എൻ്റെ ദൈവം അതങ്ങ് മാറ്റി. ചിലപ്പോ എന്നെ ദൈവസന്നിധി കൂടുതൽ അടുപ്പിക്കാനായിരിക്കും. ഞാൻ പറഞ്ഞു, കർത്താവെ അത് ഇരുന്നുകൊണ്ട് നല്ലത് ഒത്തിരി സമയം നിന്റെ സന്നിധി ഇരിക്കാൻ പറ്റി. ഓക്കെ, അങ്ങനെ ആ വിഷയം അങ്ങ് കഴിഞ്ഞു. ആ വിഷയമൊക്കെ കഴിഞ്ഞ് 2023 മാർച്ച് മാസമായപ്പോഴ് എനിക്ക് നടക്കാൻ പോകുമ്പം ഈ കിതപ്പുണ്ടാകുക, പൾപിറ്റേഷൻ ഉണ്ടാകുക. അപ്പൊ എനിക്ക് തോന്നി സംതിങ് റോങ് എന്ന് എനിക്ക് തോന്നി. അപ്പം പിന്നെ ഇല്ല, കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് തന്നെ, ഞാൻ സംശയിക്കത്തില്ല എന്നൊക്കെ വെച്ച് ഞാൻ ഒരു ഹസ്ബൻഡിനോടും പറയാതെ മാർച്ച് മുതൽ ഞാൻ ഇങ്ങനെ ഒരു 5 6 മാസം അനങ്ങിയില്ല. പക്ഷെ നവംബർ ആയപ്പം എനിക്ക് തോന്നി ഡോക്ടറെ കാണണമെന്ന്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പ്രയാസമുണ്ട്, ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനെ എടുത്തു ചെന്നപ്പം എന്നെ എക്കോ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിന്റെ വാൽവ് നല്ല ലീക്ക് ഉണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് ഞാൻ കേൾക്കുകയും ഡോക്ടറിന്റെ മുമ്പിൽ വെച്ച് ഞാൻ പൊട്ടി അങ്ങ് കരഞ്ഞു. എന്നിട്ട് ഞാൻ ക്വയറ്റായിട്ട് അങ്ങ് ഇരുന്നിട്ട് ഞാൻ കർത്താവിനോട് മനസ്സിൽ പറഞ്ഞു, കർത്താവെ ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചു അങ്ങനെ സൗഖ്യമാക്കിയെന്ന്. കുഴപ്പമില്ല രോഗം വന്നതിന്, പക്ഷെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നോക്കും? അവര് ചിന്തിക്കില്ലേ വലിയ കാര്യത്തിൽ ദൈവം സൗഖ്യമാക്കി എന്നും പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ അവള് രോഗിയായി. മനുഷ്യർ അങ്ങനെയാ കർത്താവെ നോക്കുന്നത്, നീ അങ്ങനൊന്നും കാണത്തില്ല, പക്ഷെ മനുഷ്യർ എന്നെ അങ്ങനെ കാണുമല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന് ഈ കാർഡിയോളജിസ്റ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ ഹസ്ബൻഡും അടുത്തുണ്ട്. അപ്പം ഡോക്ടറിനോട് ചോദിച്ചു, പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനും ഹസ്ബൻഡും പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഓസ്ട്രേലിയയിൽ ഒരു നിയമമുണ്ട്, പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രൈവറ്റിൽ നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പം പൈസ കൊടുക്കുകയും വേണ്ട. അപ്പൊ ഇല്ലെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് അടിക്കണം. ഒരു $50,000-60,000 അടയ്ക്കണം കഴിഞ്ഞു. ഭയങ്കര എമൗണ്ട്, നമുക്ക് പറ്റത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി 1 വർഷം ഇൻഷുറൻസ് എടുക്കുക. അപ്പൊ 1 വർഷം എടുത്തെങ്കിൽ മാത്രമേ അവരെ നമ്മളെ ഓപ്പറേഷനെ അവർ അനുവദിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ 1 വർഷം ഇൻഷുറൻസ് അടച്ചിട്ട് എന്നെ വന്ന് കാണ്, പിന്നെ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഗവൺമെന്റിൽ പോകാന്ന് ചിന്തിച്ചാല് ഗവൺമെന്റിലാണെങ്കിൽ പോലും പൈസ കൊടുക്കണ്ട എങ്കിൽ തന്നെ അവിടെ നമ്മള് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവർ കിട്ടും. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ അവർ നമ്മളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ട് 2 3 വർഷം കിടക്കും വെയിറ്റിംഗ് ലിസ്റ്റിൽ. അതിൻ്റെ ഇടയിൽ മരിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ എമർജൻസി ആയിരിക്കണം, അങ്ങനെ ഉണ്ടേ ഒരു പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യും. അപ്പൊ എന്റെ എമർജൻസി അല്ലെന്ന് ഡോക്ടർ പറഞ്ഞു, 1 വർഷത്തെ ഷുഡ് ബി ഓക്കെ. പക്ഷെ
ചെയ്യണം ഓപ്പറേഷൻ. അതുകൊണ്ട് ഇപ്പോഴേ അങ്ങ് ഇൻഷുറൻസ് എടുത്തോളാൻ പറഞ്ഞു. ഇത് കേട്ടപ്പം എൻ്റെ മനസ്സിൽ ഭയങ്കര ഭാരം തോന്നി. അതായത് വീട്ടിൽ വന്ന് ഞാനും ഹസ്ബൻഡും കൂടെ, അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്കെന്നാ ഇൻഷുറൻസ് എടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഇൻഷുറൻസിന്റെ എല്ലാവരെയും വിളിച്ച് പേപ്പർ വർക്ക് എല്ലാം ശരിയാക്കി. ഇത് നവംബറിലാണ് നടക്കുന്നത്, 2023. അപ്പൊ ആദ്യത്തെ മാസം ഓരോ മാസം $800 അടയ്ക്കണം ഇൻഷുറൻസ്. അപ്പൊ ആദ്യത്തെ മാസത്തെ $800 അദ്ദേഹം അടച്ചു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ ഇൻഷുറൻസ് നിന്നില്ല, നീ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതാ. ഞാൻ ഈ 1 വർഷം ഇൻഷുറൻസിന് 800 വെച്ച് ഓരോ മാസം കൊടുത്ത് വലിയൊരു തുക അടച്ചിട്ട് പിന്നെയും കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ട് എന്നെ ഓപ്പറേഷൻ ചെയ്യാനോ? കർത്താവ്, അങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്യണ്ട. എനിക്ക് കർത്താവ് തരുന്ന ആയുസ് മതി. ഞാൻ സന്തോഷവതിയാ. എന്റെ കർത്താവിന്റെ കാര്യം ഞാൻ ഇതുവരെയും കണ്ടു. എന്റെ ഇൻഷുറൻസ് നിന്നില്ല. യു ആർ മൈ ഇൻഷുറർ എന്ന് പറഞ്ഞിട്ട് ഞാൻ തീരുമാനമെടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിന് അടുത്തെന്ന് പറഞ്ഞു, നമുക്ക് പിന്നെ ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞു. അതെന്തുവാ? എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത ഇൻഷുറൻസ് ഞാൻ അടപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ കൊടുക്കാൻ ഒരുപാട് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം എന്റെ നിർബന്ധത്തിന് പറഞ്ഞു, നിന്റെ നിർബന്ധത്തില എന്നും പറഞ്ഞ് അവസാനം എന്നെയും കൊണ്ട് തന്നെ വിളിപ്പിച്ച് എന്നെയും കൊണ്ട് തന്നെ ക്യാൻസൽ ആക്കിപ്പിച്ചു. എന്നോട് പറഞ്ഞു, നീ തന്നെ എന്നാ ക്യാൻസൽ ആക്കി. ഞാൻ വിളിച്ചു, ക്യാൻസൽ ആക്കി. അത് 2023 ഡിസംബറിൽ അങ്ങനെ ക്യാൻസൽ ആക്കി. 2024 ജനുവരിയിൽ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പം പെട്ടെന്ന് എനിക്ക് ഭയങ്കര ടെമ്പറേച്ചർ കൂടി എൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഭയങ്കര ഫാസ്റ്റായി. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എമർജൻസി ചെന്ന് രാവിലെ ഒരു 7 മണിയായപ്പോഴാണ് ചെന്നപ്പോൾ അവരെന്നെ അവിടെ കിടത്തി ഹാർട്ടിന്റെ മോണിറ്ററുമായിട്ടൊക്കെ ഘടിപ്പിച്ച് ഇങ്ങനെ അവിടെ കിടക്കുക. അപ്പൊ അവർ പറഞ്ഞു, ഇത് വൈറൽ ഫീവറാ, അത് കുറഞ്ഞോളും, വൈകിട്ടാകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു. ഒരു 4 മണിയായി, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് നേഴ്സ് റൂമിൽ വന്ന് ഈ ഹാർട്ടിന്റെ മോണിറ്ററൊക്കെ ഊരാനുള്ള നോക്കിയപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹാർട്ട് റേറ്റ് ഭയങ്കരമായിട്ട് കൂടിയിട്ട് 170 ചെന്നു. യൂഷ്വലി നമ്മുടെ ഹാർട്ട് റേറ്റ് 80 to 100 ആകാവൂ, 170. പെട്ടെന്ന് ഈ നേഴ്സ് ഓടി ചെന്നിട്ട് മൈക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അനൗൺസ് ചെയ്തു. ഈ ഹോസ്പിറ്റലിലെ എല്ലാ കാർഡിയോളജിസ്റ്റും കൂടെ പെട്ടെന്ന് വരാൻ പറഞ്ഞു എൻ്റെ റൂമിലോട്ട്. അവർ അനൗൺസ് ചെയ്യും ഹോസ്പിറ്റലിൽ. അപ്പോഴത്തേക്ക് എല്ലാ ഡോക്ടേഴ്സും കൂടെ ഓടി എൻ്റെ ബെഡേ വന്നു. ഞാനിങ്ങനെ ബെഡേ കിടക്കുക. ഇവിടെ വന്നിട്ട് അവര് ഓടി വന്നിട്ട് അതേ നിപ്പിൽ അവരങ്ങ് നിൽക്കുക എൻ്റെ ചുറ്റിൽ. അവരൊന്നും ചെയ്യുന്നില്ല, അവർ മോണിറ്ററിലോട്ട് നോക്കുക, ഭയങ്കരമായിട്ട് കൂടി നിൽക്കുക. അപ്പൊ എനിക്ക് പുറകെ കേൾക്കാം നേഴ്സുമാർ പറയുന്നു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാൻ പോവാന്ന്. അപ്പൊ അതിനുള്ള CPR എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ പുറകിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്നില്ല. ഇത് ഞാൻ കേട്ടു, കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമെന്ന്. പെട്ടെന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിനക്കൊന്നും സംഭവിക്കത്തില്ല, നീ ശാന്തമായിട്ട് അവിടെ കിടക്കാൻ പറ്റും. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ചില തുണി നനച്ചിട്ട് എൻ്റെ നെറ്റിക്കൊന്ന് ഇട്ടേക്കാൻ പറഞ്ഞു. കൈ കാണിച്ചിട്ട് തുണി. ഹസ്ബൻഡ് എൻ്റെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ തൊടുന്നുണ്ട്. ഞാൻ ശാന്തമായിട്ട് ഇങ്ങനെ കിടന്ന് ഒരു 10-15 മിനിറ്റോളം ഈ ഹാർട്ട് ഇങ്ങനെ പോകുക. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് നോർമലിലോട്ട് വന്ന് 100 അങ്ങ് നിന്നു. ഡോക്ടർമാരെല്ലാം അതിശയിച്ച് നോക്കിയ. ഓരോരുത്തരായിട്ട് അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പം ഒരു നേഴ്സ് എൻ്റെ അടുത്തുകൊണ്ട് പറഞ്ഞു, ഓ, ഞങ്ങളെ ഇത്രയും വിഷമിപ്പിച്ച പക്ഷേങ്കിൽ ഇയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു ഇതുമില്ല, എന്തോ ഇത്ര കൂളായിട്ട് കിടന്നത്. എനിക്ക് അന്നേരം മിണ്ടാനൊന്നും വയ്യ, ഞാൻ അങ്ങ് ചിരിച്ചു. എന്നിട്ട് ഉടനെ തന്നെ അവര് എക്സ്റേ എൻ്റെ ഇങ്ങനെ റൂമിലോട്ട് കൊണ്ടുവരുന്ന എക്സ്റേ ഉണ്ട്, പോർട്ടബിൾ ആയിട്ടുള്ള. അവർ പെട്ടെന്ന് എക്സ്റേ കൊണ്ടുവന്ന് എൻ്റെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ന്യൂമോണിയ ആയിരുന്നു. ആദ്യം അവർക്ക് പിടികിട്ടിയില്ലായിരുന്നു. അപ്പൊ ന്യൂമോണിയ ആയതുകൊണ്ടാണ് എൻ്റെ ഹാർട്ട് ഇങ്ങനെ ഇത്രയും പോയത്. പെട്ടെന്ന് അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഒരാഴ്ച അവിടെ കിടത്തി അതിനുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നു.
ഒരാഴ്ച കഴിഞ്ഞപ്പം പറഞ്ഞു ഹോസ്പിറ്റലിൽ കിടക്കണ്ട, വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി എന്നും പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യ. 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ അവരെന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ഇപ്പൊ 2ാം പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴ് ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ ദിവസം ഒരു 2-3 ഓസ്ട്രേലിയൻ ഡോക്ടേഴ്സ് എന്നെ പരിശോധിക്കാൻ വന്നു. പരിശോധിച്ചിട്ട് പറഞ്ഞു പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടോ എന്ന് ആ ഡോക്ടേഴ്സും ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ ദേഷ്യപ്പെട്ട് നോക്കി അവരത് ചോദിച്ചപ്പോൾ. അപ്പം എന്നിട്ട് ഉടനെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, പക്ഷെങ്കിൽ ഇപ്പൊ ന്യൂമോണിയ അല്ലേ, നിങ്ങൾ വീട്ടിൽ പോയി നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് 1 വർഷം കഴിഞ്ഞ് ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ആ ഡോക്ടേഴ്സ് അങ്ങ് ഇറങ്ങിപ്പോയി. ഹസ്ബൻഡ് എന്നോട് ദേഷ്യപ്പെട്ടു. എനിക്ക് ഭയങ്കര വിഷമം, ഇനി ഞാൻ എന്തോ കർത്താവേ ചെയ്യുന്നേ. ഞാൻ ആ രാത്രി വിഷമത്തിൽ കിടന്നുറങ്ങി. ഹസ്ബൻഡ് ഇങ്ങ് വീട്ടിലും പോന്നു. രാവിലെ ആയപ്പോൾ ഹസ്ബൻഡ് പിന്നെയും എന്റെ റൂമിൽ വന്നു. അന്നേരം ഒരു ഇന്ത്യൻ ഡോക്ടർ തന്നെ എന്റെ മുറി വന്നിട്ട് എന്നെ പരിശോധിച്ചിട്ട് എന്നോട് ചോദിച്ചു, സെയിം ക്വസ്റ്റ്യൻ, പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ കുറെ നേരം മിണ്ടാതെ നിന്നിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, പക്ഷെ ആരോടും പറയരുത്. ഞാൻ നോക്കട്ടെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഇല്ലാതെ ഓപ്പറേഷൻ നടത്താമോ നോക്കട്ടെ, പക്ഷേ ഇതാരോടും പറയല്ല എന്നവര് പ്രത്യേകം ഞാൻ എന്നെ കൈ കാണിച്ചിട്ട് ആ ഡോക്ടർ അങ്ങ് ഇറങ്ങിപ്പോയി. ആ ഡോക്ടർ ഇത് ഇറങ്ങി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും ഹസ്ബൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂ, ഇതെന്തുവായി കേൾക്കുന്നേ, ഒരു ദൂതം വന്ന് പറയുന്ന പോലെ. അന്നേരം ഹസ്ബൻഡും പറഞ്ഞു സം മിറക്കിൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. എന്റെ ഹസ്ബൻഡും. ഞാൻ പറഞ്ഞു ശരിയാ, മിറക്കിൾ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങുവാണ്. അപ്പൊ എനിക്കും ഫീൽ ചെയ്തു, ഒരു ഏഞ്ചൽ വന്ന് പറയുന്ന പോലെ അദ്ദേഹം അത് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ സെയിം ഇന്ത്യൻ ഡോക്ടർ തിരിച്ചു വന്നിട്ട് തന്നെയാ പുള്ളി വരുന്നത്. മറ്റു ഡോക്ടേഴ്സ് ഒക്കെ ഒന്നിച്ചാ വരുന്നത്, 2-3 പേരായിട്ട്. ഈ ഡോക്ടർ തന്നെയാ വരുന്നത്. അപ്പൊ ഈ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് മെൽബൺ സിറ്റിയിലുള്ളത്, ആൽഫ്രഡ് എന്ന് പറയും. ഇവിടുത്തെ ലോകത്തിലെ തന്നെ വലിയ ഹോസ്പിറ്റൽ ആൽഫ്രഡ്. ഈ ആൽഫ്രഡ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ വിളിച്ചപ്പോഴേ ഭാഗ്യം കൊണ്ട് ഇങ്ങനെ അവര് പറഞ്ഞു 3-4 മാസം കഴിഞ്ഞിട്ട്, ഒരു 4 മാസത്തെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ട്, 4 മാസം കഴിഞ്ഞിട്ട് അവിടെ ഇൻഷുറൻസ് ഇല്ലാതെ അവര് ഓപ്പറേഷൻ ചെയ്യാമെന്ന് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയം തോന്നി. ഓ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്നുള്ള എന്ന് പറഞ്ഞ് അവിടെ ഞാൻ പിന്നെ ഒരാഴ്ച പിന്നെയും കിടന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും വയ്യ. 3ാമത് എന്നെ അഡ്മിറ്റ് ആക്കി, 3ാമത്തെ പ്രാവശ്യം ഹോസ്പിറ്റലിൽ. അപ്പൊ ഈ പ്രാവശ്യം ആ നേരത്തെ വന്ന ഓസ്ട്രേലിയൻ ഡോക്ടേഴ്സും ഈ ഇന്ത്യൻ ഡോക്ടറും എല്ലാരും കൂടെ ഒന്നിച്ച റൂമിൽ വന്നപ്പം ഈ ഡോക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഓസ്ട്രേലിയൻ ഡോക്ടേഴ്സ് പറയുന്നു ഇപ്പൊ ഓപ്പറേഷൻ വേണ്ട, 1 വർഷം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഇന്ത്യൻ ഡോക്ടർ എല്ലാത്തിനും അങ്ങ് എതിര് പറയാം, ഇല്ല ഇല്ല, ഞാൻ അറേഞ്ച് ചെയ്തു, ഞാൻ ആൽഫ്രഡി വിളിച്ചിട്ടുണ്ട്, അവരൊരു 4 മാസത്തെ വെയിറ്റിംഗ് പറഞ്ഞേക്കുക, അതുകൊണ്ട് അത് കിട്ടുമെങ്കിൽ അവരത് ചെയ്യട്ടെ. അപ്പൊ ഈ ഡോക്ടേഴ്സുമാർ തമ്മിൽ ഒരു ഫൈറ്റ് മൂഡിലായി. എന്നിട്ട് എന്നിട്ട് ആ ഇന്ത്യൻ ഡോക്ടർ എന്നെ ഇങ്ങനെ കൈ കാണിച്ചിട്ട് പറഞ്ഞു മിണ്ടരുതെന്ന്. എന്നിട്ട് എല്ലാവരും അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഇന്ത്യൻ ഡോക്ടർ പിന്നെയും തന്നെ കയറി വന്നു. അവള് പറഞ്ഞു, ഇനിയും തന്നെ വീട്ടിലോട്ട് ഞാൻ വിടുന്നില്ല. ഞാൻ ആൽഫ്രഡി ഹോസ്പിറ്റലിൽ വിളിച്ചു. അവര് പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നേരിട്ട് അങ്ങ് കൊണ്ടുവരാൻ അങ്ങോട്ട്. ഞാൻ വീട്ടിൽ നിങ്ങളെ വിട്ടാല് എല്ലാരും കൂടെ പിന്നെ അതിന് ക്യാൻസൽ ആക്കും, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വിടുക. ഇത് കേട്ടപ്പോ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദൂരം വന്ന് വഴി ഒരുക്കുക, ഹോസ്പിറ്റലിലോട്ട് നേരിട്ട്. ഭയങ്കര അതിശയമായിട്ട് ഞങ്ങൾക്ക് തീർന്നു. അപ്പം ആ ഡോക്ടർ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങി അങ്ങ് പോയി. അപ്പം അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ റൂമിലെ ഒരു നേഴ്സ്, അവള് എന്നെ നോക്കുന്നുണ്ടായിരുന്നു, മലയാളിയെ. അപ്പൊ ഞാൻ അവളോട് ഇത് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ബീന ആരോടും പറയല്ലേ, ഇവിടെ ഞങ്ങളുടെ ഒരു നേഴ്സ് പേസ് മേക്കർ വെക്കാൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുന്നതേ ഉള്ളൂ, അവൾ ഇവിടുത്തെ നേഴ്സാ. ഇവർക്ക് ഇൻഷുറൻസ് ഇല്ല, ഇവർ ചെയ്യത്തില്ല, നമ്മളെ നീട്ടി കൊണ്ടുപോകും, അതുകൊണ്ട് മാക്സിമം നോക്കി ചാകാറാകുമ്പോഴേ അവർ ഓപ്പറേഷൻ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരുപാട് കേസ് ഉണ്ട്,
അതുകൊണ്ട് ബീനയുടെ കേസിൽ ഇത് അത്ഭുതം നടന്നേക്കും, പക്ഷെ ആരോടും പറയില്ല, ആ നേഴ്സും എന്നോട് പറഞ്ഞു. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷം, ഓപ്പറേഷൻ നടക്കുന്നു എന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ തന്നെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഭയം വന്നു. കർത്താവെ, ഓപ്പറേഷൻ ശരി, പക്ഷെ ഓപ്പൺ ഹാർട്ട് സർജറി, എനിക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഭയം എന്നിൽ അങ്ങോട്ട് വന്നു. 2-3 ദിവസം എനിക്ക് ഭയങ്കര, ഇത് കേട്ട അന്നേരം മുതൽ ഭയം. ഇവിടെ വരുന്ന ഇന്ത്യൻ ഡോക്ടറിനോടും ഒക്കെ ഞാനങ്ങ് ചോദിക്കുക, പിന്നെ എങ്ങനെ ഓപ്പറേഷൻ, എങ്ങനെ, ഹസ്ബൻഡിനോട് ചോദിക്കും. ഹസ്ബൻഡ് ഇവിടെ വന്ന് യൂട്യൂബിൽ നോക്കും, നോക്കിയിട്ട് കരഞ്ഞോണ്ട് വന്നിട്ട് പറയും ചെയ്യിക്കേണ്ട, കണ്ടാ നമ്മൾ ഭയന്ന് പോകും, ഓപ്പൺ ഹാർട്ട് സർജറി വേണ്ട വേണ്ട. ഞാൻ അങ്ങനെ ആ ഭയം എന്നിലും വന്നു. ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ ഇത് കണ്ടാൽ ഭയങ്കര ഇതാ. പിന്നെ ചെയ്തല്ല പറ്റുമോ, അതുമല്ല ദൈവം വഴി ഒരുക്കുകയും ചെയ്തു. ഞാൻ അങ്ങ് സമ്മതിച്ചു. എന്നിട്ട് പക്ഷെ ഭയങ്കര ഭയം എന്നിലുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ഹോസ്പിറ്റലിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് എന്റെ 15-ാമത്തെ വയസ്സിൽ നീ എനിക്ക് ദർശനം തന്നെ വിളിച്ചു വേർതിരിച്ചു. ഇത്ര ആരോഗ്യമായിട്ട് നീ എന്നെ നടത്തി. ഓപ്പറേഷൻ കൂടാതെ നിനക്ക് സൗഖ്യമാക്കാം, പക്ഷെ ഓപ്പറേഷൻ വേണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ നീ അത് ചെയ്തു, നീ ഭംഗിയായി അത് ഇതുവരെ ചെയ്തു. പക്ഷെ എനിക്ക് ഭയം മാറുന്നില്ല, എനിക്ക് ആരുമില്ല, എന്റെ വീട്ടുകാരോട് പറയാൻ പറ്റത്തില്ല, ഒരു പേടിച്ചു പോവും. എനിക്ക് കൂട്ടുകാരായിട്ടോ റിലേറ്റീവായിട്ടോ, എന്റെ റിലേറ്റീവ്സ് ആരും ഇവിടെ ഓസ്ട്രേലിയയിലില്ല, കൂട്ടുകാരൊക്കെ വർക്ക് ചെയ്യുന്ന, ആരെയും ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ഒക്കത്തില്ല. പക്ഷെ ഞാൻ എങ്ങനെയാ കർത്താവ് ഇതിൽ കൂടി കടന്നു പോകുന്നത്? ആരുമില്ലാത്ത ഒറ്റപ്പാടൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഒറ്റപ്പെടുമ്പോഴേ അതിന്റെ ആ ദുഃഖം അറിയത്തുള്ളൂ. അതോടുകൂടെ നമ്മൾ രോഗികളാവും. എനിക്ക് തന്നെ നിക്കത്തില്ല, ഞാൻ നിന്നാ ഞാൻ വീഴും. ന്യൂമോണിയ ഇതെല്ലാം അതേ അവസ്ഥയിലായി. ഞാനിങ്ങനെ ഒരു ദിവസം കർത്താവിനോട് ആശുപത്രി കിടക്കുക. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഞാൻ സമയമെടുത്ത് നിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ വയ്യ, എനിക്ക് വാ തുറക്കാനുള്ള ആരോഗ്യമില്ല. കർത്താവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടേ പറയണം എന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു രാത്രിയിൽ ഞാനിങ്ങനെ ഹോസ്പിറ്റൽ ബെഡ് ഞാനിങ്ങനെ കിടക്കുക. എന്റെ റൂമിൽ വേറൊരു സ്ത്രീയുണ്ട്, അത് കർട്ടൻ കൊണ്ട് ഇങ്ങനെ മറച്ചിട്ടുണ്ട്, ഞങ്ങൾ 2 പേരുണ്ട്. അപ്പൊ ഞാനിങ്ങനെ, അപ്പൊ അവിടെ റൂമിൽ 10 മണിയാകുമ്പം നേഴ്സ് വന്ന് ലൈറ്റ് ഓഫ് ആക്കും. എന്നിട്ട് നമുക്ക് ഒരു ബട്ടൺ നമുക്ക് തരും, പ്രസ് ചെയ്യണം. എന്ത് വല്ലതും ഉണ്ടെങ്കിൽ കോളിങ്ങിന് അവരുടനെ വരും. അത് എന്റെ കയ്യിൽ തന്നിട്ട് അങ്ങ് പോയി. ഒരു 12 മണിയൊക്കെ ആയി കാണുമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ബെഡേ കിടക്കുമ്പോൾ എന്റെ ഇടത് ഭാഗത്ത് ഭയങ്കരമായിട്ട് തീ കത്തുന്ന പോലെ എനിക്കിങ്ങനെ അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ ഉണർന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഫയർ പോലെ എനിക്ക് തോന്നുന്നല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പം എന്റെ മുറി മുഴുവൻ പ്രകാശം ഞാൻ കാണുക. അപ്പൊ ഞാൻ ശാന്തമായ കിടക്കുന്ന പ്രകാശം. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഓ, നേഴ്സ് വന്ന് ലൈറ്റ് ഇട്ടു, അത് ഞാൻ വിളിച്ചില്ലല്ലോ, പിന്നെ തന്നെ നേഴ്സ് വന്നേ. ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി പ്രകാശം കാണും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ 2 വ്യക്തികളുടെ നിഴല് ഞാൻ കാണുക. വ്യക്തികളെ കാണുന്നില്ല, ഒള്ളി ഷാഡോ. 2 വ്യക്തികൾ നിന്നാല് അവരുടെ ഷാഡോ നമ്മൾ എങ്ങനെ കാണും, അപ്പൊ അതുപോലെ 2 വ്യക്തികളുടെ നിഴലും മൂന്നാമതൊരു വ്യക്തിയെ ഞാൻ കാണുന്നുണ്ട്. ആ വ്യക്തിയെ എങ്ങനെയാന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഒരു മനുഷ്യന്റെ രൂപം നമ്മൾ ഒരു സ്കെച്ച് പെന്നുകൊണ്ട് നമ്മൾ വരച്ചാൽ എങ്ങനെ ഇരിക്കും, അതേ രീതിയിലുള്ള ഒരു ഫിഗർ. പക്ഷെ ഫേസ് മനുഷ്യനാണെന്ന് നമുക്ക് നല്ല മനസ്സിലാവും. അപ്പൊ ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അയ്യോ കർത്താവേ, നീ എന്നെ കാണാൻ വന്നോ, നീ എന്റെ മുറി വന്നോ കർത്താവേ. എനിക്ക് മനസ്സിലായി കർത്താവാ വന്നത് എന്നും പറഞ്ഞ് ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പം വളരെ ആർദ്രതയുള്ള മുഖം, ആ കണ്ണുകള് എന്നെ തന്നെ അങ്ങ് നോക്കുക. അപ്പം എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ കട്ടിലിലാ കിടക്കുന്നതെന്നും എല്ലാ നല്ല ബോധമുണ്ട് എനിക്ക് വയ്യാന്നും എല്ലാവരും. ഞാൻ ഇങ്ങനെ കർത്താവിന്റെ കണ്ണിലോട്ടാ ഞാൻ ആകർഷിക്കുന്നത്. ആ കണ്ണിലോട്ട് തന്നെ ഞാൻ ഇങ്ങനെ അങ്ങ് നോക്കി അങ്ങ്, കർത്താവെ, നീ എന്റെ റൂമിൽ വന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, നിന്റെ മുഖത്ത് നോക്കിയിട്ട് സന്തോഷമില്ല, ചിരിക്കുന്നില്ല, എന്താ കർത്താവെ നീ ഞാനും കർത്താവ് എന്നുള്ള അത് മാത്രമേ ഉള്ളൂ കാണുന്നുള്ളൂ. 2 വ്യക്തികളുടെ ഷാഡോ ഉണ്ട്, പക്ഷെ കർത്താവിന്റെ ആ ഫിഗറാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, നീ എന്താ കർത്താവെ എന്നെ നോക്കി ചിരിക്കാത്തെ? അപ്പൊ ഞാൻ തന്നെ എന്നോട് പറയുക, ഓ, ഞാൻ ഇങ്ങനെ ദുഃഖിച്ച് കിടക്കുന്നത് കൊണ്ടായിരിക്കും, ഞാൻ ചിലപ്പം ചിരിച്ചു കാണിച്ചാൽ കർത്താവ് ചിരിക്കുമായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ ആ ബെഡിൽ കിടന്ന് കർത്താവിനെ ചിരിച്ചു കാണിക്കുക.
ഞാൻ പറഞ്ഞു, കർത്താവെ നീ ചിരിക്കുന്നില്ലല്ലോ. എന്നിട്ടും കർത്താവിന്റെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല. ആ കണ്ണ് എന്നെ തന്നെ ഒരേ രീതിയിൽ അങ്ങ് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവെ രണ്ടു വ്യക്തികളുടെ നിഴല് കാണുന്നുണ്ടല്ലോ, അതാരാ കർത്താവെ? അന്നേരവും മറുപടിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആരവങ്ങൾ കേൾക്കും, ഓരോരോ ശബ്ദങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവെ ഒരുപാട് ശബ്ദം കേൾക്കുന്നില്ലല്ലോ, അങ്ങോട്ട് നോക്കുന്നില്ലേ? നത്തിങ് ഡിസ്റ്റർബിങ് യു? ഞാൻ കർത്താവിനോട് ചോദിക്കുക. ഒന്നും കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കർത്താവ് എന്നെ തന്നെ അങ്ങ് നോക്കുക. അങ്ങനെ ഒരു 30 സെക്കൻഡോളം ഞാനും കർത്താവുമായ കണ്ണി മാത്രം നോക്കി ഇങ്ങനെ കിടക്കുക. കുറച്ചു കഴിഞ്ഞപ്പം എല്ലാം അങ്ങ് അപ്രത്യക്ഷമായി. എനിക്ക് ഭയങ്കര ശാന്തത എന്റെ മനസ്സിൽ. അയ്യോ, എന്റെ കർത്താവ് എന്നെ കാണാൻ വന്നല്ലോ. എനിക്ക് ഭയങ്കര അതിശയവുമുണ്ട്. ശാന്തമായിട്ട് ഞാനിങ്ങനെ കിടന്നപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ മനസ്സിൽ പറഞ്ഞു, കർത്താവ് എന്നെ കാണാൻ വന്നു, പക്ഷെ എന്നോട് ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞപ്പോഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, കർത്താവിന്റെ ദൃഷ്ടി എപ്പോഴും നിന്റെ മേലുണ്ട്, പിന്നെ നീ എന്തിനാ ഭയപ്പെടേണ്ടത്? അപ്പൊ ഞാൻ ഓർത്ത്, ആ കർത്താവ് വന്നപ്പം മുതൽ എങ്ങോട്ടും ഡിസ്റ്റർബ് ചെയ്യാതെ എന്നെ തന്നെ നോക്കിയിരിക്കുക. കർത്താവിന്റെ കണ്ണ് എന്റെ മേലുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അപ്പോഴത്തേക്ക് ഭയങ്കര ധൈര്യം എന്നിൽ അങ്ങ് വന്നു. പിറ്റേ ദിവസം രാവിലെ വരുന്ന ഡോക്ടേഴ്സിനോടും നേഴ്സുമാരോടും എല്ലാം പഴയ ബീന അല്ല. അവിടുത്തെ ഡോക്ടേഴ്സ് ഒക്കെ നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ലതായിട്ട് സംസാരിക്കും. അവരെല്ലാം വർത്താനം പറയുന്നു, ഞാനും ചിരിച്ചു വർത്താനം. അപ്പം എന്നോട് പറയും, മറന്നുപോയോ, ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട്. ഞാൻ പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ. എനിക്കങ്ങ് സന്തോഷമാണ്. ചിലരോടൊക്കെ ഞാൻ, നേഴ്സുമാരോട് ഈ ദർശനം പറഞ്ഞു. ആദ്യം ചോദിക്കും, അറിയോ ക്രിസ്ത്യൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ദർശനം കണ്ടു. അവർ ചിലരൊക്കെ ദൈവത്തിന് മഹത്വം കരയേറ്റി പറഞ്ഞ, ഗോഡ് ബലപ്പെടുത്തിയതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പം ആ ദർശനം കിട്ടി. അതിന്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് അങ്ങ് തുള്ളിച്ചാടുക, ഇപ്പൊ അങ്ങ് ഓപ്പറേഷൻ നടന്നാൽ മതി, അതുപോലുള്ള സന്തോഷം. അപ്പൊ എന്റെ റൂമില് ഞാൻ പറഞ്ഞില്ല, എന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ത്രീ കിടപ്പുണ്ടല്ലോ. അപ്പൊ ആ സ്ത്രീയെ ഒരു പിന്നെ ഞാൻ വന്നപ്പോ മുതൽ അവരെന്നോട് മിണ്ടത്തില്ല. അവര് ഒരു 70 വയസ്സ് കാണുകയുള്ള ഒരു സ്ത്രീ. അപ്പൊ അവരിങ്ങനെ വളരെ വിഷമിച്ചാ കട്ടിലേക്ക് കിടക്കുന്നത്. അപ്പൊ എന്നോടും മിണ്ടുന്നില്ല, ഞാനും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, അവർക്ക് ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലായിരിക്കും, എന്നുള്ള റേസിസ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു. അപ്പൊ എനിക്ക് ഈ ദർശനം കിട്ടിയിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പം ഈ സ്ത്രീയെ ഡിസ്ചാർജ് ചെയ്തപ്പോഴ് ഞാനിങ്ങനെ എന്റെ ബെഡിൽ ഇങ്ങനെ കിടക്കുക. അപ്പൊ അവര് പെട്ടെന്ന് കർട്ടൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് എന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ഞാൻ ആദ്യം അങ്ങ് പേടിച്ചു പോയി. ദൈവമേ, ഇനി വേറെ ആരുമില്ല റൂമിൽ, എനിക്ക് വയ്യാതായാലും ഇനിയും എന്തൊരു എന്നെ ചെയ്യുമോ എന്നുള്ളൊരു പേടി പോലും എനിക്ക്. ഇത് എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഭയങ്കര സന്തോഷമാണല്ലോ, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാൻ പോവാ അല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യാ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും ഇത്ര സന്തോഷം എവിടുന്നാ കിട്ടിയെന്ന് എന്നോട് ആ സ്ത്രീ എന്നോട് ചോദിക്കും. ഞാൻ ഉടനെ കൈ ഉയർത്തി പറഞ്ഞു, എന്റെ യേശു തന്ന സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ സ്ത്രീയെ ഒരു ലിറ്ററലി അവരുടെ 2 കൈയും എടുത്ത് അവർ നെഞ്ചത്തങ്ങാട്ടിച്ച് ഒരൊറ്റ കരച്ചില്ല. പറയുക, ഐ ആം എ ബ്രോക്കൺ പേഴ്സൺ, പ്ലീസ് പ്രേ ഫോർ മീ. ഞാനൊരു തകർന്ന വ്യക്തിയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു ഒരൊറ്റ കരച്ചില്. ഇവരെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, പ്ലീസ് പ്ലീസ് സിറ്റ് ഓൺ മൈ ബെഡ് എന്ന് പറഞ്ഞ് അവരവിടെ ഇരുന്നു. ഞാന് പറഞ്ഞു, ഞാൻ പിന്നെ പറഞ്ഞു, ഏതാ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ, ഒരു റോമൻ കാത്തലിക്ക. പക്ഷെ ദൈവം ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെങ്കിൽ എന്നോട് പറഞ്ഞു, ഞാൻ തകർന്ന വ്യക്തി, എനിക്ക് ജീവിതത്തിൽ ആരുമില്ല, ഞാൻ ഈ സമാധാനം സന്തോഷം കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ അവരോട് ദൈവത്തിന്റെ കാര്യങ്ങള്, കർത്താവ് തരുന്ന സന്തോഷവും സമാധാനവും, എങ്ങനെ രക്ഷിക്കപ്പെടണമെന്ന്, എങ്ങനെ ബൈബിള് വായിക്കണമെന്ന്, എങ്ങനെ ഒരു 1/2-3/4 മണിക്കൂർ അവരെന്റെ ബെഡേ ഇരുന്ന് അവരോട് നല്ല പോലെ ദൈവകാര്യം എല്ലാം പറഞ്ഞ് അവരെ ബലപ്പെടുത്തി. അവര് നേരത്തെ കണ്ട വ്യക്തിയല്ല, അവര് സന്തോഷത്തോടാണ് അവര് ഡിസ്ചാർജ് ചെയ്തത്. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു, മോളുടെ നമ്പർ തരാൻ പറഞ്ഞു, ഫോൺ നമ്പർ. അപ്പൊ ഞാൻ എന്റെ നമ്പർ കൊടുത്തു. അവരുടെ നമ്പർ ഞാൻ മേടിച്ചു. അപ്പൊ എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവരെ ഡിസ്ചാർജും ചെയ്തു.
അപ്പം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറി പറയുന്നേ ഉള്ളൂ. എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ സ്ത്രീയെ വിളിച്ചപ്പോഴ് അവര് അവരുടെ ഒരു ബ്രദർ ഒരു യൂറോപ്പിലുള്ള ഒരു സ്ത്രീയാ, സ്പെയിനിലുള്ളത്. ബ്രദർ ഡോക്ടറാ. അപ്പൊ അവർക്ക് ഇവര് അൺമാരീഡ്. അപ്പം ബ്രദറിന്റെ അടുത്ത് അങ്ങ് പോവാ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നേരത്തെ പോലെ അല്ല, ഇപ്പൊ ഞാൻ ബൈബിള് വായിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശു എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, ബീന പറഞ്ഞ പോലെ എല്ലാം ഞാൻ ചെയ്യുന്നു, ഞാൻ നല്ല സന്തോഷവതിയാ, ഞാനിപ്പോ സ്പെയിനിൽ പോവാ, ഞാൻ ചിലപ്പോ അവിടെ നിന്ന് നിൽക്കും, വരുവാണെങ്കിൽ ഞാൻ വന്ന് ബീനായെ വിളിക്കാം. ഇച്ചിരി എൽഡർലി ലേഡി, അവർക്ക് ഇച്ചിരി വയ്യ. അങ്ങനെ ദൈവം ഒരു അത്ഭുത ആശുപത്രിയിൽ അത് ചെയ്തു. അങ്ങനെ എപ്പോഴും ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പം 2 ദിവസം കഴിഞ്ഞ് എന്നെ ഈ വലിയ ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോവുക. ആംബുലൻസിൽ തന്നെ അവർ കൊണ്ടുപോയി. അപ്പോൾ ഓപ്പറേഷൻ അവിടെ ചെന്നപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാവും. അന്നേരം അവിടുത്തെ മെയിൻ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും നേഴ്സും ഒക്കെ ചോദിക്കും, ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയെ ഞങ്ങൾ ഇപ്പോഴാണ് കണ്ടത്. എന്നെ കളിയാക്കി പറയും. എനിക്കങ്ങ് സന്തോഷം. അവര് വരുമ്പോ ഞാനങ്ങ് ജോക്ക് ചെയ്ത് സന്തോഷിക്കുക. എന്തോ ഭയങ്കര ദൈവകൃപയുടെ ഒരു അനുഭവം. അപ്പം ഓപ്പറേഷന്റെ തലേ ദിവസം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓപ്പൺ ഹാർട്ട് സർജറിയിൽ വാൽവ് മാറ്റി വെക്കുമ്പം ഒന്നിയില്ല, ഞങ്ങൾ മെറ്റലാ വെക്കുന്നത്. മെറ്റൽ വാൽവ് വെച്ചാല് 10 വർഷം കൂടുമ്പോ ഓപ്പറേഷൻ ചെയ്യണം, മാറ്റി മാറ്റി വെക്കണം. അപ്പം മാത്രമല്ല ജീവിതകാലം മുഴുവൻ മരുന്നും കഴിക്കണം. അത് കേട്ടപ്പോ എന്റെ സന്തോഷം എല്ലാം പോയി. ഞാൻ പറഞ്ഞു, കർത്താവെ, എല്ലാ 10 വർഷം കൂടുമ്പോ ഞാന് ഇനിയും ഓപ്പറേഷൻ ഇങ്ങനെ ചെയ്യാനോ? കർത്താവെ, എനിക്കത് പറ്റത്തില്ല. കർത്താവെ, നീ പറഞ്ഞു, നീ എന്നോട് എന്നെ തന്നെ നീ നോക്കിക്കൊണ്ടിരിക്കുക, നിനക്ക് എങ്ങോട്ടും ഡിസ്റ്റർബ് ആകുന്നില്ല, നീ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്, എന്റെ ഓപ്പറേഷൻ നടത്തുന്നത് നീയാ. അതുകൊണ്ട് കർത്താവെ, മെറ്റൽ വാൽവ് വെക്കാൻ അനുവദിക്കല്ലേ. അപ്പം ഡോക്ടറിനോട് പറഞ്ഞു, 2 ഓപ്ഷനാ, ഒന്ന് മെറ്റൽ വാൽവ്, അല്ലെങ്കിൽ ചിലർക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അങ്ങ് റിപ്പയർ ചെയ്യും, അവർക്ക് പിന്നെ നോർമൽ പോലെ ആകും, അവർക്ക് പ്രശ്നമൊന്നും വരത്തില്ല. അതിനോട് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം ഓപ്പറേഷൻ ചെയ്യുമ്പോഴേ അറിയത്തുള്ളൂ മെറ്റൽ വെക്കണോ അതോ വേണ്ടായോ. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഒരിക്കലും മെറ്റൽ വെക്കാൻ അനുവദിക്കല്ലേ, കർത്താവല്ലേ ഓപ്പറേഷൻ ചെയ്യുന്നു, കർത്താവല്ലേ മെനഞ്ഞത്, അതങ്ങ് റിപ്പയർ ചെയ്താൽ മതി, കർത്താവെ, അങ്ങനെ ആയിരിക്കാവേ കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് രാവിലെ 7 മണിക്ക് അവരെന്നെ തിയേറ്ററിൽ കയറ്റി. ഞാൻ സന്തോഷത്തോടെ അവർക്ക് സെഡേഷൻ തന്നു. ഓപ്പറേഷൻ ഞാൻ പിന്നൊന്നും അറിയുന്നില്ല. രാവിലെ 7 മണിക്ക് ഒരു വൈകിട്ട് 8 മണിയായപ്പോൾ ഞാൻ ICU കണ്ണു തുറന്നപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഒരു ഡോക്ടറെ ഞാൻ കണ്ണു തുറക്കുന്നത് മീൻസ് എനിക്ക് ബോധമായി. അപ്പൊ ഡോക്ടറിന്റെ സൈഡിൽ നിന്നിട്ട് പറയുക, ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, ഇതുപോലെ സക്സസ് ആയ ഒരു ഓപ്പറേഷൻ ഇല്ലായിരുന്നു, ഞങ്ങൾ അത് ചെറുതായിട്ടൊന്ന് റിപ്പയർ ചെയ്തതേ ഉള്ളൂ, ഒരു മെറ്റലും വെച്ചിട്ടില്ല, ഇനിയും 30-40 ഇയേഴ്സ് നല്ല ആരോഗ്യവതിയായിട്ട് ജീവിക്കാം. ഡോക്ടർമാർ ചിരിച്ചോണ്ടങ്ങ് ഞാൻ അപ്പോഴത്തേക്ക് ദൈവത്തിന് പ്രൈസ് ദ ലോർഡ് മലയാളമാണെന്നോ എന്തോ ഞാനങ്ങ് പറഞ്ഞു അതില്. എന്നിട്ട് താങ്ക് യു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. അപ്പം എന്റെ മനസ്സിലെ കാഴ്ചയെല്ലാം എന്തുവാ, എന്റെ കർത്താവിന്റെ കണ്ണാണ്. കർത്താവിന്റെ കണ്ണ് എന്നെ ബോധം വന്നപ്പോഴും ഞാൻ കാണുന്നത് കർത്താവ് എന്നെ തന്നെ നോക്കിയിരിക്കുന്ന കർത്താവിന്റെ ആ കണ്ണ്. അപ്പൊ ഞാൻ കണ്ണു തുറന്നപ്പോ ഞാൻ പെട്ടെന്ന് എന്നോട് പറയാം, കർത്താവെ, ഞാൻ നോക്കട്ടെ നീ എവിടെ മുതലാ മുറിച്ചതെന്ന്. എന്ന് പറഞ്ഞ് ഞാൻ കണ്ണ് തുറന്ന് ഞാൻ എന്റെ വൂണ്ടയിലോട്ടാണ് നോക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ചെസ്റ്റ് ഇവിടെ മോള് മുതൽ മുറിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിൽ കർത്താവ് പറഞ്ഞു, കർത്താവെ, ഇച്ചിരി താത്തൊന്ന് മുറിക്കാമായിരുന്നു, ഇത് മോളുന്നായി പോയി എന്നൊരു മനസ്സിൽ പറഞ്ഞു. കർത്താവിനോടെ സംസാരിക്കുന്നത് ചിരിക്കുക കർത്താവിന്. അപ്പൊ അങ്ങനെ ഒരു മിനിറ്റോളം അങ്ങനെ കർത്താവിനോട് വിളിച്ചപ്പോ നേഴ്സ് അപ്പുറത്ത് എന്ന് പറഞ്ഞു, നോക്കിക്കേ, ഏതാണ്ട് ഹസ്ബൻഡ് വന്ന് നിൽക്കുന്നത്, നോക്കാൻ പറഞ്ഞു. ഹസ്ബൻഡ് വന്ന് നിൽക്കും. ഹസ്ബൻഡിനെ നോക്കാൻ വേണ്ടി ഞാൻ കണ്ണിങ്ങനെ അങ്ങോട്ട് തുറക്കുമ്പം എനിക്ക് കാണാൻ പറ്റുന്നില്ല മീൻസ് ഞാൻ നോക്കുന്ന വസ്തുക്കളല്ലേ എന്റെ മുമ്പിൽ ഇങ്ങനെ ജമ്പ് ചെയ്യും. ഐ കാൺ കോൺസെൻട്രേറ്റ്. ഇങ്ങനെ പോവുക, ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, കാണാം, പക്ഷെ എല്ലാം എന്റെ മുമ്പിൽ ഇങ്ങനെ ജമ്പ് ചെയ്യുക. അപ്പൊ ഈ ഡോക്ടേഴ്സ് എല്ലാം അങ്ങ് പെട്ടെന്ന് ക്വയറ്റായിട്ട് ഒരു ഡോക്ടർ പുറയെന്ന് പറഞ്ഞു, ഇറ്റ് മേ ബി എ സ്ട്രോക്ക്, ഓപ്പറേഷന്റെ സമയത്ത് സ്ട്രോക്ക് വന്നായിരിക്കും. ഞാനത് കേട്ടു. അപ്പൊ ഞാൻ തന്നെ അങ്ങ് ആൻസർ പറഞ്ഞു, ഡോക്ടറെ, പേടിക്കണ്ട,
സ്ട്രോക്കോ ഒന്നുമില്ല. എന്റെ കർത്താവ് പറഞ്ഞു, ജീസസ് ഡിഡ് ദാറ്റ് ഓപ്പറേഷൻ, ഒന്നുമില്ല പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഒന്നും മിണ്ടില്ല, അതിന്റെ ബാക്കിയൊന്നും പറഞ്ഞു. എന്നിട്ട് ഞാൻ നേഴ്സിനോട് പറഞ്ഞു, എനിക്കൊരു കറുത്ത തുണി കൊണ്ടെത്താ, കൊണ്ട് എന്റെ കണ്ണിലോട്ട് അതങ്ങ് വെക്കി, ലൈറ്റ് അടിക്കാതിരിക്കട്ടെ, ഞാൻ കിടന്നു ഉറങ്ങട്ടെ. ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു സമയം എന്തോ, ഹസ്ബൻഡ് ആണെന്ന് എനിക്ക് കാണത്തില്ല, ആരെയും കാണുന്നില്ല, ഞാൻ ചോദിക്കും ടൈം എന്തോ. അവര് പറഞ്ഞു 8 o'clock. ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, നിങ്ങൾ രാവിലെ 7 മണിയാകുമ്പം വന്ന് നോക്കിക്കോ, എന്റെ കണ്ണ് പെർഫെക്റ്റ് ആയിരിക്കും. എന്റെ മനസ്സിൽ അന്നേരം എനിക്കറിയാം കർത്താവാ ഓപ്പറേഷൻ ചെയ്ത്, നത്തിങ് കോറോ, ഇത് പെർഫെക്റ്റ് ആയിരിക്കുമെന്ന് എന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ നല്ല സന്തോഷവതിയായിട്ടിരിക്കും. അപ്പൊ ഡോക്ടർ ഉടനെ പറഞ്ഞു, അല്ലല്ല, ഞങ്ങൾ ഒരു സ്കാൻ ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ബ്രെയിനിൽ വല്ല പ്രശ്നം ഉണ്ടായോ എന്ന്. നിർബന്ധമാണെങ്കിൽ ഞാൻ പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു. പക്ഷെ റിസൾട്ട് ഒന്നും എന്നോട് പറഞ്ഞില്ല. അവരുടനെ സ്ട്രെച്ചറിൽ കൊണ്ടുപോയിട്ട് ഇത് ചെയ്തു, സ്കാൻ ചെയ്തു. ഞാൻ ICU തന്നെ വന്ന് ഞാൻ കിടന്നുറങ്ങി. രാവിലെ 7 മണിയായ, എനിക്കറിയാം രാത്രിയിലെ, എനിക്കറിയാം ഇത് പ്രശ്നമാകത്തില്ല, കർത്താവാ ചെയ്തത്. രാവിലെ വെളുപ്പിനെ ഓടി എന്റെ ഹസ്ബൻഡ് വന്നു, ചോദിച്ചു എങ്ങനെ കണ്ണെന്ന് പറഞ്ഞു, പേടിച്ചോടി വന്നിട്ട്. ഞാൻ പറഞ്ഞു എന്റെ കണ്ണ് പെർഫെക്റ്റ്ലി നോർമൽ എന്ന് പറഞ്ഞു. ഞാൻ എന്റെ ഹസ്ബൻഡ് 2 കൈ എടുത്തോട്ട് ഒറ്റ തുള്ളിച്ചാട്ടോ, പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ICU കിടന്ന് 2 ചാട്ടം. അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ പെർഫെക്റ്റ് ഒന്നും, നത്തിങ് വെൻ റോങ്, ഒന്നും പോയിട്ടില്ല റോങ്, എല്ലാം ഓക്കെ. എനിക്ക് തോന്നുന്നു നമുക്ക് സാത്താന് ഡൗട്ട്, നമ്മൾ എങ്ങനെയാന്നൊരു ടെസ്റ്റ് തന്നാന്ന്, എനിക്കറിയില്ല എന്തിനാ സംഭവിച്ചത്. പക്ഷെങ്കില് ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ദൈവം ചെയ്യുന്നതൊക്കെയും പെർഫെക്റ്റാ. മെനഞ്ഞവനറിയാം എങ്ങനെ മെനയണമെന്ന്. അവൻ അത് റിപ്പയർ ചെയ്യുമ്പോൾ ഒന്നും തെറ്റായിട്ട് പോകത്തില്ല. അങ്ങനെ എന്റെ ഹാർട്ട് പെർഫെക്റ്റ് ആയിട്ട് എന്റെ കർത്താവ് ചെയ്തു. ഇന്ന് ഞാൻ എന്നെ പോലെ സ്ട്രോങ് പേഴ്സൺ ഉണ്ടോ എന്ന് ചിലപ്പം ചിന്തിക്കാറുണ്ട്. അത്രയ്ക്ക് കർത്താവ് അത്രയ്ക്ക് എന്നെ ആരോഗ്യവതിയാക്കി. ഡോക്ടർമാർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ഇത്. അങ്ങനെ ആ ആശുപത്രിയിൽ ഒരാഴ്ചയോടെ ഞാൻ കിടന്ന് അവിടെ നിന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ വീട്ടിൽ വന്നപ്പോഴേ എനിക്ക് ഒരു മനസ്സിനൊരു ഇത്, കർത്താവേ ഇവിടെ ആരേലും ഇപ്പൊ ഞങ്ങൾക്ക് കുടുംബജീവിതത്തില് ഞങ്ങൾക്ക് മക്കളില്ല, പക്ഷെ മക്കളില്ല എന്നുള്ള ഒരു ദുഃഖം, ഞാൻ സത്യം പറയാം, ഞങ്ങൾക്ക് ഒരു ദുഃഖം, അങ്ങനെ ഒരു കാര്യം ഞങ്ങളുടെ മനസ്സിൽ പോയിട്ടില്ല. ഞങ്ങൾക്ക് 2 പേർക്കും ഉറപ്പാ ഞങ്ങളെ ദൈവമായി യോജിപ്പിച്ചത്. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് തരും, ഇല്ലെങ്കിൽ വേണ്ട. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. മക്കളുടെ കാര്യം ഞങ്ങൾ ദൈവം തന്ന ദിവസങ്ങൾ ഞങ്ങൾ സന്തോഷിച്ച് ദൈവഹിതപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത് ഞങ്ങൾ മുമ്പോട്ട് പോയി. പക്ഷെ ഈ ഓപ്പറേഷന്റെ ഇതായപ്പം, ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഞാൻ ചിന്തിച്ചു, ആരേലും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിളിക്കാമായിരുന്നു. അപ്പൊ ഇങ്ങനെ മക്കളോ വല്ലോ ആരേലും, അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ ആരേലും ഉണ്ടായിരുന്നു, നമുക്കൊന്ന് സഹായത്തിന് ഉണ്ടായിരുന്നേനെ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല കർത്താരോട്, ഇങ്ങനെ ചിന്തിച്ചു. ആ രാത്രി ഞാൻ ഒരു സ്വപ്നം കാണുക. ഞാനും കുറെ പേരെല്ലാം കൂടി ഒരു മുറിയിലിരിക്കുക. ആ മുറി ലോക്ക് ചെയ്തേക്കുക. ആ ലോക്ക് തുറക്കാൻ വേണ്ടി, അപ്പൊ ഈ നമ്പർ ഇട്ട് തുറക്കുന്ന ലോക്ക. അപ്പൊ ആ ലോക്ക് തുറക്കാൻ വേണ്ടി എല്ലാരും ഓരോരോ നമ്പർ ഇട്ട് നോക്കുന്നുണ്ട്, പക്ഷെ ആരെയും കൊണ്ട് ഒക്കുന്നില്ല. അപ്പൊ ഞാനും ഇങ്ങനെ വിഷമിച്ചിരിക്കും, എങ്ങനെ ഈ മുറിയിൽ നിന്ന് വെളിയിൽ പോകും, മുറി ലോക്ക, ആർക്കും അറിയത്തില്ല പിൻ നമ്പർ. പെട്ടെന്ന് ഒരു വെള്ള വസ്ത്രം ധരിച്ച പോലുള്ള ഒരാള് കയ്യേല് ഒരു നമ്പർ എഴുതിട്ട് എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കാണിച്ചു. ഞാനത് സൂക്ഷിച്ചു നോക്കിയപ്പം 4335, 4335 അല്ലെ, 4335. അപ്പൊ ഞാൻ ഓടിച്ചെന്ന് ആ നമ്പർ കൂട്ടി 4335. ഡോർ ഓപ്പൺ ചെയ്തു, എല്ലാരും വെളി വന്നു. ഞാൻ അങ്ങ് ഉണരുകയും ചെയ്തു. അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട്, എന്തോ ഇതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനിത് പറയേ എന്റെ ഹസ്ബൻഡ് ഓടി വന്ന് ഹസ്ബൻഡിന്റെ ഡയറി എടുത്തു. അദ്ദേഹം എല്ലാം ഡയറിയിൽ എഴുതും. അപ്പം ഞാൻ ചോദിച്ചു, എന്തോ ഇപ്പൊ ഡയറിയിൽ എഴുതുന്നത്? പറഞ്ഞു, ഇനിയും ഭാവിയിൽ നമ്മൾ എങ്ങനെയും ഇങ്ങനെ ലോക്കിൽ വല്ല അകപ്പെടുമ്പം ദൈവം കാണിച്ചതാ, എങ്ങനെയാ വെളിയിൽ വരണ്ടേ, അതുകൊണ്ട് നമ്പർ ഒന്നുകൂടെ പറയാൻ പറഞ്ഞു. 4335. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞങ്ങ് പോയി. പക്ഷെ എനിക്ക് അന്നേരവും സംശയം, എന്തോ ദൈവം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 15-ാമത്തെ വയസ്സിൽ ദൈവം എനിക്ക് ദർശനം തന്നപ്പോ യെശയ്യാവ് 43-ന്റെ 1-ാം വാക്യം, പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എല്ലാം യെശയ്യാവ് 43-ാമത്തെ ചാപ്റ്റർ
തുറന്നു വെച്ചിട്ടേ ഞാൻ പ്രാർത്ഥിക്കൂ. കാരണം കർത്താവ് എന്നോട് സംസാരിച്ചത് അത് വെച്ച് എപ്പോഴും പ്രാർത്ഥനാ മുറിയിൽ ആ ബൈബിള് തുറന്നിരിക്കും. അങ്ങനെ യെശയ്യാവ് 43. അപ്പൊ ഞാൻ ഇങ്ങനെ, എന്തോ കർത്താവ് ഇന്നലെ കണ്ട ദർശനം എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ യെശയ്യാവ് 43 ഇങ്ങനെ നോക്കിയത്. പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞു, നീ യെശയ്യാവ് 43 3ഉം 5ഉം വായിക്കാൻ പറഞ്ഞു. 3 മുതൽ 5 അതാണല്ലോ കാണിച്ചത്. 43:3. ഞാൻ പെട്ടെന്ന് അത് വായിച്ചപ്പോ എഴുതിയേക്കുന്നു 5-ാം വാക്യം, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുമെന്നുള്ള ഒരു വാക്യം. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തോ എന്റെ സന്തതിയെ കിഴക്ക് ആരാ? കിഴക്ക് ഇന്ത്യ. അപ്പൊ സന്തതി എന്റെ ബ്രദേഴ്സിന്റെ അങ്ങനെയുള്ള റിലേറ്റീവ് ആയിരുന്നല്ലോ വരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ദൈവാത്മാവിനോട് സംസാരിക്കുന്നു, എന്തുവാ? അപ്പൊ അദ്ദേഹം എടുത്ത് വായിച്ചിട്ട് അദ്ദേഹം അത് തന്നെ പറഞ്ഞു, ദൈവാത്മാവിതാ സംസാരിക്കുന്നത്, കിഴക്ക് നിന്ന് ആരേലും. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാൻ, ചിലപ്പം ദൈവം പറയുന്നത് എന്റെ ബ്രദറിന്റെ മോള്, അവൾ ആ സമയത്ത് കഴിഞ്ഞ വർഷം +2 പഠിക്കുക. അപ്പൊ ഞാൻ ഉടനെ ബ്രദറിനെ വിളിച്ചു. വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ മോളെയും കൊണ്ട് IELT ഒന്ന് എഴുതിപ്പിച്ചേ, അവള് ജയിക്കുമോ നോക്കട്ടെ. പെട്ടെന്ന് അവൻ കൊണ്ട് എഴുതിപ്പിച്ചു. +2 കയറിയതേ, +2 പകുതി ആയതേ ഉള്ളൂ. 7.5 ആദ്യത്തേന് തന്നെ അവൾക്ക് പാസ്സായി. എന്നിട്ട് അവള് റിസൾട്ട് വന്നപ്പം കോളേജിലെ ടോപ്പറാ, 97% മാർക്ക്. ഞങ്ങൾ പെട്ടെന്ന്, ഇവിടുത്തെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് മെൽബൺ യൂണിവേഴ്സിറ്റി, എന്റെ ഹസ്ബൻഡ് വേറെ യൂണിയ, ഇത് ഏറ്റവും വലിയ യൂണിയൻ മെൽബൺ യൂണി, അവിടെ അഡ്മിഷൻ കൊടുത്തപ്പോൾ അവക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ വർഷം സ്കോളർഷിപ്പോട്. ദൈവം പറഞ്ഞ പോലെ തന്നെ അവൾ 6 മാസം മുമ്പ് ഇവിടെ വന്നു. അപ്പൊ ദൈവം കാണിച്ചു, മക്കളില്ല എന്നുള്ള ആ ചിന്ത ദൈവം നികത്തി. കർത്താവ് പറഞ്ഞു 4, 3, 3, 4. അതേ രീതിയിൽ ആ ദർശനം അങ്ങനെ നിവൃത്തിയായി അവളിവിടെ വന്നു. അങ്ങനെ ഞങ്ങള് മുൻപോട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അത് ഒരു 3 വർഷം മുമ്പ് നടന്നതാ. അതായത് എന്റെ ഹസ്ബൻഡിന്റെ പേരൻസ് അവര് രക്ഷിക്കപ്പെട്ടതല്ലായിരുന്നു. അവര് യൂറോപ്പിൽ നിന്നുള്ള നോർവേക്കാരാ ശരിക്കും. അപ്പൊ അവര് ദൈവത്തിന്റെ കാര്യം പറയുന്നത് അവർക്ക് ദേഷ്യമാണ്. ഞങ്ങൾ ഈ വിവാഹം കഴിച്ച നാള് മുതൽ പല രീതിയിൽ നോക്കിയിട്ടുണ്ട്. കർത്താവിന്റെ കാര്യം പറയുമ്പോൾ എല്ലാം ഒന്നി ദേഷ്യപ്പെടും, അല്ല എഴുന്നേറ്റ് പോവും, അങ്ങനെയുള്ള സ്വഭാവം. അപ്പൊ 3 വർഷം മുമ്പ് ഹസ്ബൻഡിന്റെ മാതാവിന് അന്നേരം 87 വയസ്സുണ്ട്. അപ്പം മരിക്കുന്നതിന് ഒരു 3 മാസം മുമ്പ് ആ അമ്മ എപ്പോഴും അങ്ങ് വീഴുമ്പോൾ ഞങ്ങൾ പോയി വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളെ വിളിക്കും, ഞങ്ങൾ ചെന്ന് ഹസ്ബൻഡ് ചെന്ന് എടുക്കും, അങ്ങനെയുള്ള ഇതായിരുന്നു. അങ്ങനെ ഒരു ദിവസം വീണപ്പോഴ് ഞങ്ങളോട് ഞങ്ങളവിടെ ചെന്നപ്പോഴ് ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്നെ തൊടരുത്, ഭയങ്കര വേദനയാന്ന് പറഞ്ഞു. അപ്പം താഴെ ഇങ്ങനെ കിടക്കുക, അപ്പൊ തൊടാൻ സമ്മതിക്കത്തില്ല, എഴുന്നേൽപ്പിക്കാനും ഒക്കത്തില്ല. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചു. ആംബുലൻസ് വന്നു. അപ്പൊ അവരെയും സമ്മതിപ്പിക്കുന്നില്ല എഴുന്നേൽപ്പിക്കാൻ. അപ്പൊ അവരൊരു ഇഞ്ചക്ഷൻ കൊടുക്കുകയും ശ്വാസം ഒന്ന് നിലച്ചു. ഒട്ടുമില്ല, അങ്ങ് മരിച്ച പോലെ. പെട്ടെന്ന് ഡോക്ടേഴ്സ് എല്ലാം കൂടെ പ്രസ് ചെയ്യുന്നു, അവരാകുന്ന നോക്കി, അവരെയും കൊണ്ട് നടക്കുന്നില്ല. അവർ പെട്ടെന്ന് ആംബുലൻസ് ഇട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പൊ ഞങ്ങളും പുറകെ പോയി രാത്രി ഒരു 12-1 മണിയായി. നേരം വെളുക്കുന്നേരം വരെ ഞങ്ങൾ അവിടെ ഇരുന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, അമ്മ 15 മിനിറ്റ് ശ്വസിച്ചിട്ടില്ല. ബ്രെയിൻ ഞങ്ങൾ റെക്കോർഡ് കാണിക്കുന്നത് 15 മിനിറ്റ് ഓക്സിജൻ ചെന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പം കോമ സ്റ്റേജിലാ. ഒന്നി ബ്രെയിൻ ഡെഡ് ആയിരിക്കും, അല്ലെങ്കിൽ മരിച്ചുപോകും എന്ന് തീർച്ചയായും. ഇത് കേൾക്കുകയും എന്റെ ഹസ്ബൻഡിന് ഭയങ്കര വിഷമം. അദ്ദേഹം അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ, ഞാൻ ഇത്രയും നാൾ എൻ്റെ മാതാപിതാക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവെ, നീ മരണത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ നിനക്ക് കഴിയും, നീ ലാസറിനെ ഉയർപ്പിച്ച ദൈവമാ എന്നും പറഞ്ഞ് അന്നേരം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ വീട്ടിൽ വന്നിട്ടും വെള്ളവും വേണ്ട, ആഹാരവും വേണ്ട. അപ്പൊ രാവിലെ ഒരു 8 മണിയാണ്. 8 മണി മുതൽ ഒരു 2 മണി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥനയാ രണ്ടുപേരും, ഞാനും ഹസ്ബൻഡും കൂടെ. ഒരു 2 മണിയായപ്പം ഒരു കോള് ഹോസ്പിറ്റലിൽ നിന്ന്. അത് വന്ന പിന്നെ ഡോക്ടറെ വിളിച്ചേക്കുന്നു. ഇപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ മിറക്കിള് നടന്നത്. കാരണം ദൈവം മിറക്കിളിന്റെ ദൈവമാണ്, അത് ജീവിതത്തിൽ കണ്ടതാ. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ, ഒരു അത്ഭുതം കാണാമെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടെ പെട്ടെന്ന് അവിടെ ചെന്നപ്പം ഈ അമ്മ എഴുന്നേറ്റിരുന്ന് സാൻഡ്വിച്ച് കഴിക്കുക.
ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഈ വർക്ക് എക്സ്പീരിയൻസിൽ 87 വയസ്സുള്ള ഒരു മാതാവ് 15 മിനിറ്റോളം ഓക്സിജൻ കിട്ടാതെ ഒരു ബ്രെയിനിന് രണ്ടാമത് അവർ നോക്കിയപ്പം യാതൊരു പ്രശ്നവും ബ്രെയിനിനില്ല. ഇത്ര ഇതായിട്ട് ഇതൊരു മിറക്കിളാണ് നടന്നത് എന്നും പറഞ്ഞ് ഞങ്ങളോട് തട്ടിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പം അപ്പോഴേ ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ഒരു പേപ്പർ എടുത്ത് എഴുതി, ഈ സംഭവം നടക്കുന്നതിന് മുമ്പേ ഒരു പേപ്പർ എടുത്ത് എഴുതി വെച്ചു, അമ്മയോട് പറയേണ്ടത് എങ്ങനെ രക്ഷിക്കപ്പെടണം, എങ്ങനെ യേശുവിനെ രക്ഷിതാവായി പറഞ്ഞു കൊടുക്കേണ്ട വാചകങ്ങൾ. മരിക്കുമെന്ന് പറഞ്ഞ ആ സ്ഥിതി ഞങ്ങൾ വന്നിട്ട് ഹസ്ബൻഡ് പേപ്പറിൽ എഴുതിയത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും പിടിച്ചോണ്ടാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പ്രാർത്ഥിച്ചത്. ഞാനത് അറിഞ്ഞില്ല, എഴുതി പോക്കറ്റിലുണ്ടായിരുന്നു. അവിടെ അപ്പം ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഇറ്റ്സ് എ മിറക്കിൾ എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങ് പോയി. അപ്പം ഞങ്ങള് അമ്മയോട് പറഞ്ഞു, ഉടനെ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഹസ്ബൻഡ് പറഞ്ഞു, അമ്മയെ ദൈവം സ്നേഹിക്കുന്നേ കണ്ടോ, എന്തോ അമ്മയ്ക്ക് സംഭവിച്ചെന്നറിയാം, അമ്മ മരിച്ചുയർത്തു വരുന്നതാ, അമ്മ വിശ്വസിക്കുന്നോ ജീവനുള്ള ദൈവം ഉണ്ടെന്ന്. അപ്പൊ അങ്ങ് ഭയങ്കര ശാന്തതയായി. ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാമോ? ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ പേപ്പർ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയേണ്ടതെല്ലാം വായിച്ചു കൊടുത്തു. അമ്മയും കൊണ്ട് ഏറ്റുപറയിച്ചിട്ട് പ്രാർത്ഥിച്ച് ഒരു പുതിയ ഒരു വ്യക്തിയായ അമ്മയെ കണ്ടിട്ട് ഞങ്ങള് തിരിച്ച് ഒരു 2-3 മണിക്കൂർ ഇരുന്ന് വർത്താനം എല്ലാം പറഞ്ഞു പഴയ ആളായി അമ്മയെന്ന്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴ് ഞങ്ങൾക്കൊരു കോള് ഡോക്ടർ പറഞ്ഞു, അന്ന് അമ്മ ശ്വസിക്കാതിരുന്നപ്പോൾ ഒരുപാട് ട്യൂബ് എല്ലാം കൂടെ അവരിട്ടത് നിമിത്തം ലങ്സ് മുഴുവൻ ഇൻഫെക്ഷൻ ആയിപ്പോയി, അത് മുഴുവൻ ന്യൂമോണിയ ആയി, ഇനി അമ്മയ്ക്ക് രക്ഷയില്ല, അമ്മ മരിച്ചു പോകുന്നു. ആ പിറ്റേ ദിവസം രാവിലെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ മരിച്ചു. അപ്പൊ മരണത്തിൽ നിന്ന് ദൈവം എൻ്റെ ഹസ്ബൻഡിന്റെ പ്രാർത്ഥനയെ ദൈവം മാനിച്ച് മരണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. പിറ്റേ ദിവസം ദൈവത്തിന്റെ സമയമായപ്പോൾ അമ്മയെ ദൈവം എടുത്തു. അപ്പൊ ഞങ്ങള് മരിച്ചു വരാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു. ഞങ്ങള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അമ്മ തന്നെ എന്നുള്ള ഒരു റൂമിലാണ് കിടക്കുന്നത്. അപ്പം അമ്മയുടെ അടുത്ത് എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു നേഴ്സ്, മലയാളിയ, പെന്തക്കോസുകാരിയ, അവളാ ഡ്യൂട്ടിയിൽ നിന്നിരുന്നത്. അപ്പൊ അവൾ എന്നെ കണ്ടപ്പോൾ അവൾക്ക് അധികം മനസ്സിലായില്ല. പെട്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം എന്നോട് ഞങ്ങൾ വർത്താനം പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതാരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതെന്റെ അമ്മായിയമ്മയാണെന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചു, അവള് ചോദിച്ചു, അമ്മായിയമ്മ രക്ഷിക്കപ്പെട്ടതായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം നടന്നു ഇന്നലെ ഇങ്ങനെ. അപ്പൊ അവള് പറയുക, ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് വരേണ്ടതല്ല, എന്നോട് ദൈവാത്മാവ് പറഞ്ഞു നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ. ഞാന് വന്നപ്പോ ഈ അമ്മയെ നോക്കാനാ എനിക്ക് കിടക്കുന്നത്. ഞാൻ ഈ അമ്മയുടെ അടുത്ത് വന്നു. അപ്പൊ അമ്മ ഇങ്ങനെ മരിക്കാറായ അവസ്ഥ. ഞാൻ അമ്മയുടെ അടുത്ത് നിന്നപ്പം എന്നോട് ദൈവാത്മാവ് പറയുന്നു, നീ ഉറക്കെ പ്രാർത്ഥിക്കാൻ. അപ്പൊ എൻ്റെ അമ്മയമ്മ ഇംഗ്ലീഷേ അറിയത്തുള്ളല്ലോ. അവള് പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ ആരും അടുത്തില്ലല്ലോ, ഞാൻ ഉറക്കെ അങ്ങ് പ്രാർത്ഥിച്ചു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവള് പറഞ്ഞു, ഞാൻ അവളങ്ങ് ആത്മാവിലായിരുന്നു. അവള് പറഞ്ഞു, ഏഞ്ചലിക് പ്രസൻസ് ആയിരുന്നു നീ റൂമിൽ. അമ്മ സ്വർഗത്തിൽ, അവളങ്ങ് പറയും, ബീന അമ്മ സ്വർഗത്തിൽ പോയി, പീറ്ററിനോടും പറ, അമ്മ സ്വർഗത്തിൽ പോയി, ഞാൻ വാസ് എ ഏഞ്ചലിക് പ്രസൻസ് ഇൻ ദിസ് റൂം. അപ്പൊ ഞങ്ങൾ ഇത് കേൾക്കുകയും എൻ്റെ ഹസ്ബൻഡ് അങ്ങ് കരഞ്ഞു. ദൈവം അന്ന് കൺഫർമേഷൻ തന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കേട്ടോണ്ട് എൻ്റെ അപ്പനും വന്നായിരുന്നു. അദ്ദേഹത്തിന് 93 വയസ്സുണ്ടായിരുന്നു അന്നേരം. ഭയങ്കര സ്റ്റബാണ്, ദൈവത്തിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല. പക്ഷെ ഇതെല്ലാം കണ്ടു നിന്നപ്പോഴ് പുള്ളിയുടെ മനസ്സും ഉരുകി. ഞങ്ങളോട് പറഞ്ഞു, എനിക്കൊരു ബൈബിള് തരണം വായിക്കാൻ. അന്നും കാഴ്ചയുണ്ട്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പം ബൈബിള് കൊടുത്തു. എന്നിട്ട് വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹവും കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ട് 6 മാസം അദ്ദേഹവും ഞങ്ങളോട് ഒന്നിച്ച് നല്ലതുപോലെ സന്തോഷത്തോടെ ഞങ്ങൾ ദൈവകാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ കൂടെ താമസിച്ചിട്ട് അദ്ദേഹവും മരിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കല് മരിച്ചു എന്നുള്ള വിഷയത്തിന്മേൽ കർത്താവിന് ലാസറിനെ ദൈവം ഉയർപ്പിച്ചെങ്കിൽ ആ ദൈവത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. നമ്മൾ മാർത്തയോട് പറഞ്ഞു, മെറിയോടും പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യും. നമ്മുടെ പ്രാർത്ഥനാ വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും മരണത്തിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്ന് ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും.
എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് മൊമെന്റിൽ പ്രവർത്തിക്കുന്ന ദൈവം. നെവർ ഗീവ് അപ്പ്. ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കല്. ഏത് വിഷയമാണെങ്കിലും ഉപേക്ഷിക്കല്. ലാസ്റ്റ് മൊമെന്റിൽ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവിനറിയാം നമ്മളെ പറ്റിയുള്ള പ്ലാൻ എന്താണ്, നശിപ്പിക്കാനല്ല. അതാ കർത്താവ് പറഞ്ഞത്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വ്രതന്മാരുടെ കാര്യത്തിൽ താമസം വരും, പക്ഷെങ്കിൽ സഡൻലി ഹി വിൽ ആക്ട്. കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. അതെന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും. രണ്ടാമതായി ഞാൻ എനിക്ക് എന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പഠിച്ചത്, എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ഒരു ദൈവമാണ്. അപ്പം എനിക്ക് ന്യൂമോണിയ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പേടിച്ചു. പക്ഷെങ്കില് ആ ന്യൂമോണിയ വന്നത് കൊണ്ടാണ് എന്റെ ഓപ്പറേഷൻ നടക്കാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിലാകുവോ, അല്ലെങ്കിൽ ഞാൻ എന്നും വിഷമിച്ച് എന്തായിത്തീരും ഉള്ള ഒരു ജീവിതമായിരുന്നതിന്. അപ്പം എല്ലാം നന്മയ്ക്കായി തീർക്കുന്ന ദൈവമാണ്. ന്യൂമോണിയ വന്നതും നന്മയ്ക്കായി. അപ്പൊ നമ്മൾ ഓർക്കും നമ്മുടെ ജീവിതത്തിൽ എന്തുവരും വരുന്നത് നമ്മളെ തകർക്കാൻ അല്ല, ഒരിക്കലും അല്ല. കർത്താവ് അതിന്റെ മക്കളിൽ എന്തു വന്നാലും അത് നന്മയ്ക്കായി തീർക്കുന്ന ദൈവമാണെന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ പഠിച്ചത്, ഒരിക്കലും മനുഷ്യരിൽ നമ്മൾ ആശ്രയിക്കരുത്. നമ്മൾ ചിലപ്പം രോഗത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും, എല്ലാവരോടും പറയാം, പ്രാർത്ഥിക്കാം, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെങ്കിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ആ ആ കണക്ഷൻ പോലെ ഒരിക്കലും മറ്റുള്ളവർ പ്രാർത്ഥിച്ചാലാകത്തില്ല. കർത്താവുമായിട്ടുള്ള ബന്ധത്തില് കർത്താവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ആരും ഇല്ലെന്നുള്ള അവസ്ഥ എനിക്ക് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചർച്ച് മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറയാം, പക്ഷെ ഞാൻ അതിന് പോയില്ല. എന്തിനാ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? കർത്താവ് എനിക്ക് ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സ്ട്രോങ് ഫെയ്ത്തിൽ ഞാൻ നിന്നു. കർത്താവ് എനിക്ക് വേണ്ടി സ്വർഗം തുറന്നു. കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. കർത്താവിന്റെ പൊന്മുഖം കാണാൻ എനിക്കിടയായി. ആ ന്യൂമോണിയ വന്ന് ഈ ഓപ്പറേഷൻ ഞാൻ പോയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗം തുറന്ന ദർശനം, കർത്താവിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇത് കർത്താവിന്റെ മുഖം എനിക്ക് കാണാൻ പറ്റും. എന്റെ ജീവിതത്തിൽ ഇപ്പോ ഒരു വർഷമായി. പക്ഷെ ആ ദർശനം, കർത്താവിനെ കണ്ട ആ കണ്ണുമായിട്ടുള്ള ആ ഉടക്കെന്ന് നമ്മൾ പറയുന്ന പോലെ കണ്ണുമായിട്ടുള്ള ഇത് ഉറക്കം ഒഴിച്ച് ബാക്കി എപ്പോഴും എന്റെ മനസ്സിൽ അതാണ്. കർത്താവിൻ്റെത് ഉണരുമ്പോഴും സകല സമയം അതാണ്. അപ്പം എന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഞാൻ ചില പ്രോമിസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബൈബിൾ വേഴ്സ് എനിക്ക് ഹൃദയത്തിൽ ദൈവം തന്നാൽ ഞാൻ അത് എഴുതി വെക്കും. ചിലപ്പോൾ ഞാൻ കാണിക്കാൻ പറ്റാത്ത ഇങ്ങനെയുള്ള ബോർഡുകളിലൊക്കെ ഞാൻ ഇതുപോലെ വാക്യങ്ങൾ എഴുതി പ്രാർത്ഥന റൂമിൽ വെക്കും. അതുപോലെ ഞാൻ എഴുതി വെച്ച ഒരു വാക്യമാണ് സങ്കീർത്തനം 32-ന്റെ 7ഉം 8ഉം വാക്യം. ഒരു 10-15 വർഷം മുമ്പ് ഞാൻ എഴുതി വെച്ചതാ ഇതൊക്കെ. ഇങ്ങനെ വാക്യങ്ങളും എല്ലാം പ്രാർത്ഥനാ മുറിയിൽ ഞാൻ എഴുതി വെക്കും. അപ്പൊ ഒരു വാക്യം ഇങ്ങനെ അതിനകത്ത്, നീ എനിക്ക് മറുവിടമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസ ഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ എഴുതി വെച്ച ആ വാക്യം അതുപോലെ തന്നെ കർത്താവിന്റെ ദൃഷ്ടി വെച്ച് അവൻ എന്നെ ഇത്രയും നാള് നടത്തി. ആ ദർശനവും അത് തന്നെ. കർത്താവിന്റെ ദൃഷ്ടി എന്റെ മേലുണ്ടെന്നുള്ളത്. അതുപോലെ വേറൊരു വാക്യം എനിക്ക് തന്നത് ദൈവം, യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു, അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ. അതേ, കർത്താവിന്റെ ആ ദൃഷ്ടി എന്റെ മേൽ ഉണ്ടെന്ന് കർത്താവ് എനിക്ക് ഉറപ്പ് തന്നു. ഒന്നും കർത്താവിനെ ഡിസ്റ്റർബ് ചെയ്യുവാൻ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച എന്റെ ദൈവം എത്ര വലിയവനാണ്. ജീവിതത്തിൽ എനിക്കത് പറയാൻ എനിക്ക് വാക്കുകളില്ല. കൊച്ചിയിലെ ഞാൻ CSI പള്ളിയിൽ പോകുമ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിങ്ങനെ, ഞാൻ നടത്താം എൻ കണ്ണാൽ സ്വർഗയാത്ര നീളെ നിന്നെ ഞാൻ നടത്താം എൻ കണ്ണാൽ. ഞാൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടായിരുന്നു. കർത്താവ് അത് എനിക്ക് അങ്ങ് ഉറപ്പിച്ചു തന്നു. കർത്താവിന്റെ കണ്ണാൽ ഈ ലോകയാത്രയിൽ സ്വർഗയാത്ര എത്തുന്നിടം വരെ അവന്റെ കണ്ണാൽ എന്നെ നടത്താമെന്നുള്ള അവന്റെ ആ ഉറപ്പ് എന്റെ ജീവിതത്തിൽ നിന്ന് എന്റെ ധൈര്യമായി. എന്റെ കർത്താവ് എന്റെ അടുത്തുള്ളെന്നുള്ള ബലം പറഞ്ഞറിയിക്കാൻ വയ്യ. കർത്താവ് ചെയ്തത് എന്റെ കുഞ്ഞു പ്രായം മുതൽ ഇന്നയോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കർത്താവിന്റെ ദൃഷ്ടി എന്റെ മേൽ വെച്ച് പോകേണ്ടുന്ന വഴി അവൻ എനിക്ക് കാണിച്ചു, ഓരോ സ്റ്റെപ്പും കാണിച്ച്
ഇന്ന് വരെ എന്നെ നടത്തി. ഇന്ന് ഞങ്ങള് വളരെ സന്തോഷത്തോടെ, എൻ്റെ ബ്രദറിന്റെ മോളുണ്ട്, ആ മോളുടെ അനിയത്തിയും പിന്നീട് വരുന്നു. ദൈവം എല്ലാ രീതിയിലും, എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ക്രിയേഷൻ മിനിസ്ട്രി ഇന്റർനാഷണൽ പറഞ്ഞ് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കി അദ്ദേഹത്തിന്റെ പേരടിച്ചാൽ എല്ലാം കിട്ടും. മിനിസ്ട്രി എല്ലാം അദ്ദേഹത്തോടും ചേർന്ന് പ്രവർത്തിക്കുവാനും എല്ലാ രീതിയിലും ദൈവത്തിന്റെ കൃപയിൽ വിലപ്പെടാനും ദൈവം ഇടയാക്കിയ ഈ ദൈവത്തെ എനിക്ക് വർണ്ണിക്കാൻ വാക്കുകളില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയുന്നത്, ഞാൻ ഇത്രയും സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എനിക്കെന്തോ പ്രത്യേകത ഉണ്ടെന്നല്ല. എൻ്റെ ഇല്ലായ്മയില് എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ സ്നേഹിച്ച ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ ജീവിതം കൊടുത്താൽ ഒന്നും നമ്മൾ നോക്കണ്ട. മുന്നമേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. നമ്മൾ ഒന്നിന്റെയും പുറകെ പോകണ്ട. എല്ലാം കർത്താവ് ഓരോന്നായിട്ട് നമുക്ക് കൊണ്ടുതരും. അതുകൊണ്ട് ഈ ദൈവത്തില് അന്ത്യം വരെ ലോകത്തിൽ നമുക്ക് ഒന്നും വേണ്ട, എല്ലാം നഷ്ടമായിക്കോട്ടെ, പക്ഷെങ്കില് നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അന്ത്യം വരെ നിൽക്കാൻ ഞാൻ എല്ലാ ദൈവമക്കളോടും വിനീതമായി അപേക്ഷിക്കുന്നു. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാ. ഞാൻ ചിലപ്പം പറയാറുണ്ട്, എന്നെ കൊന്നാലും എനിക്ക് ഈ ദർശനം, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടത്, ഞാൻ മമ്മിയോടൊക്കെ വിളിച്ചു പറയും, മമ്മി ഇതുവരെ അറിഞ്ഞിട്ടില്ല എനിക്ക് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്, പക്ഷെ ന്യൂമോണിയ എന്നൊക്കെ അറിയാൻ വരും. മമ്മിയോട് പറയും, മമ്മി ഞാൻ ദർശനം കണ്ട. മമ്മിയോട് ഞാൻ പറയും, ഞാൻ മമ്മിയെ നേരിട്ട് വന്ന് കാണുന്ന രീതിയില്ല ഞാൻ കർത്താവിനെ കണ്ട. ആ കണ്ണ് എനിക്ക് എന്നെ നടത്തുന്നത് കർത്താവിന്റെ കണ്ണ. അങ്ങനെ 2-3 മാസം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ നാട്ടിൽ പോകുവാനും സന്തോഷിക്കാനും ദൈവം എന്നെ പൂർണ്ണ ആരോഗ്യതയായി എല്ലാ ദൈവം എനിക്ക് തന്ന് ദൈവം അത്ഭുതമായി നടത്തുന്നു. ദൈവത്തിന്റെ സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ഡാനിയൽ ജോണിനോടും അരോമ ടിവിയിലുള്ള പ്രവർത്തകരോടും എല്ലാം ഹൃദയംഗമായ നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഇത്രയും സമയം എന്നെ കേൾക്കുന്ന ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിന്റെ ഏത് വിഷയമാണെങ്കിലും മാറാത്ത ദൈവം, മറക്കാത്ത ദൈവം, അന്ത്യം വരെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവം, അവൻ നമ്മളെ അനുഗ്രഹിക്കും. അവന്റെ കരങ്ങളിൽ ജീവിതം സമർപ്പിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ബീന സിസ്റ്റർ. വളരെ ഹൃദയസ്പർശിയായ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സൗമ്യതയോടെ ശാന്തമായ അന്തരീക്ഷത്തിൽ വളരെ വ്യക്തമായി ദൈവം നടത്തിയതായ ആ പിന്നിട്ട പാതകളൊന്നും മറന്നു പോകാതെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ അവസരങ്ങൾ വിനിയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിളിച്ചിറക്കിയതായ ആ തുടക്ക സമയം മുതൽ ഇന്നേ വരെ കൂടെ ഇരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതെന്ന് ആ വാക്കുകളിലൂടെ വായിച്ചറിയുവാൻ കഴിയും. യോസഫിനെ മിസ്രൈമിലേക്ക് ദൈവം കൊണ്ടുപോയത് ദൈവത്തിൻ്റെ വലിയ ഒരു പദ്ധതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ സഹോദരന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിൽ തള്ളപ്പെട്ടു, മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വിൽക്കപ്പെട്ടു, ഫറവോന്റെ മകളുടെ അല്ലെങ്കിൽ പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ താന് അപമാനിക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഇവിടെയൊക്കെ ഒത്തിരി വേദന നിറഞ്ഞ അനുഭവങ്ങളുണ്ടായിരുന്നു. പക്ഷെ സ്വപ്നം കൈവിട്ടില്ല, തൻ്റെ ദർശനത്തെ കൈവിട്ടില്ല. ദർശനം കാണിച്ച ദൈവം ജോസഫിനെ കൈവിട്ടില്ല, ജോസഫിനോട് കൂടെയിരുന്നു. എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടു, എവിടെയൊക്കെ ഉപേക്ഷിക്കപ്പെട്ടോ അവിടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അടുത്തറിഞ്ഞു, അനുഭവിച്ചറിഞ്ഞു. പിന്നത്തേതിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നൊന്നായി അതൊരു തുടക്കം മാത്രമായിരുന്നു. ചില നന്മകളും അനുഗ്രഹങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വ്യക്തി കടന്നുപോയ കഷ്ടതയുടെ സ്റ്റെപ്പുകൾ എത്രയെന്ന് ഒരുപക്ഷെങ്കിൽ എല്ലാവരും ഓർത്തെന്ന് വരികയില്ല. പലപ്പോഴും അനുഗ്രഹങ്ങൾ മാത്രം ഉയർത്തി കാണിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ടി വന്ന വില
പിന്നിട്ട പാത പലപ്പോഴും മറന്നു പോകുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ കർത്താവിൻ്റെ ദാസി ബീനയ്ക്ക് ദൈവം വിളിച്ചിറക്കിയ ആ പാതകൾ ഒന്നും മറന്നു പോകാതെ, അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും ആ വാക്കുകളിൽ കാണുകയോ കേൾക്കുകയോ ഇല്ലാതെ തന്നെ വളരെ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ദൈവം നടത്തിയതായ വാക്കുകൾക്ക് നന്ദി പറയുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇറങ്ങിത്തിരിച്ചതായ ആ ബാല്യകാലം, ആ കുടുംബ പശ്ചാത്തലം, ബൈബിൾ സ്കൂളിൽ പോയ ആ സാഹചര്യങ്ങൾ, അവിടെ നിന്ന് കർത്താവ് എങ്ങനെയാണ് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നത്, പിന്നത്തേതിൽ ദൈവം നടത്തിയ ജയകരമായ ജീവിതം, അതെല്ലാം സ്വപ്നങ്ങളും ദർശനങ്ങളും മാത്രമായിരുന്നു. ജോസഫിന് കാണിച്ചതുപോലെ സിസ്റ്ററിനെ ദൈവം കാണിക്കുന്നു, വരാൻ പോകുന്ന ജീവിത പങ്കാളിക്കും ദർശനങ്ങളെ ദൈവം കാണിക്കുന്നു. പക്ഷേ ആ സ്വപ്നങ്ങൾ എല്ലാം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുക. ഇന്നിങ്ങനെ ഒരു വേദിയിൽ കടന്നു വന്ന് ആയിരക്കണക്കിന് ജനങ്ങളോട് ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങൾ ഈ സാക്ഷ്യത്തെക്കുറിച്ച് ഒരുപാട് വ്യത്യസ്തമായ ചിന്തകളിലൂടെ ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ഈ നിമിഷങ്ങൾ കടന്നുപോയി കാണും. എന്നാൽ ഒരു നിമിഷം നമുക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. എത്രയോ ദർശനങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടല്ലേ? എത്രയോ പ്രാവശ്യം കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങളിലൂടെ ദൈവം നടത്തിയിട്ടുണ്ട്. പക്ഷെ വേണ്ടതുപോലെ അതിൻ്റെ റിസൾട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം ബാക്കിയിരിക്കെ. പ്രിയ സഹോദരിയുടെ ജീവിതാനുഭവങ്ങൾ ഒരു വഴിത്തിരിവാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പ്രിയ ബീന സിസ്റ്റർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ കുടുംബമായി കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുന്നു. ദൈവം അവരെ ഉപയോഗിക്കുന്ന അനുഭവങ്ങൾക്കായി സ്തോത്രം. എത്രയോ ശ്രേഷ്ഠകരമായ ആ അനുഭവങ്ങൾ. കിട്ടാതെ പോയ ഒരു കത്തിനെ കുറിച്ച് ഇടയ്ക്ക് സിസ്റ്റർ ഓർപ്പിക്കുകയുണ്ടായി. പക്ഷെ ദൈവം ഒരുക്കിയില്ലേ അത്ഭുതകരമായ ചില വഴികൾ. അതാണ് ദൈവം തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഒരുക്കിയിട്ടുള്ളത്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ല. അത് ആത്മീയ വിഷയമാണ്. പക്ഷെ ഞാൻ ഈ സന്ദർഭത്തിൽ അത് എടുത്തൊന്ന് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ചില സന്ദർഭങ്ങളിലൊക്കെ ദൈവം നമുക്ക് ഭൂമിയിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില വ്യക്തികളെയും നമുക്കറിയാത്ത ചില സാഹചര്യങ്ങളെയും ദേശങ്ങളെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം നമുക്ക് അനുകൂലമാക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കും, ഹൃദയങ്ങളെ ആഗ്രഹമാക്കാം. ആയിരിക്കുന്നിടത്ത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ വാത്സല്യ ബീന സഹോദരി അരോമ TV വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. എല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ സമയം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളെ വർണ്ണിക്കുവാൻ തക്കവണ്ണം നീ തന്ന അവസരത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വാക്കുകൾക്ക് കർത്താവേ ശക്തി പോര കർത്താവേ, നിന്നെ സ്തുതിക്കാൻ അധരങ്ങൾക്ക് ബലമില്ല കർത്താവേ. അത്രയ്ക്ക് നീ ജീവിതത്തിൽ നല്ലവനും വിശ്വസ്തനുമാണല്ലോ. വിളിച്ച നാൾ മുതൽ ഇന്നയോളം നടത്തിയ നിന്റെ വൻകൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, അടിയന്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, ആരെങ്കിലും ജീവിതത്തില് രോഗത്തിൽ കൂടി, കഷ്ടതയിൽ കൂടി, ഒറ്റപ്പെടലിൽ കൂടി, നിരാശയിൽ കൂടി കടന്നു പോകുന്നുവെങ്കിൽ കർത്താവെ, നീ അത്ഭുത മന്ത്രിയായി, വീരനായ ദൈവമായി, നിത്യപിതാവായി, സമാധാന പ്രഭുവായി, സൗഖ്യദായകനായി അവരുടെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുമാറാകണമേ കർത്താവെ. കർത്താവെ, ഞങ്ങൾ അരോമ TVയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ രീതിയിലും മാനിക്കുമാറാകണമേ. പാസ്റ്റർ ഡാനിയൽ ജോണിനെ കുടുംബമായി അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാൾ വരെ അതിനെ തികയ്ക്കുന്ന ദൈവമാകിയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എല്ലാവിധ നന്മകളാൽ എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവെ. നീ വേഗം വരാൻ പോകുന്നത് ഓർത്തു സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിലേക്ക് കണ്ണുകൾ നോക്കി കർത്താവെ തള്ളപ്പെടുവാനിടയാകാതെ നിന്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ, വിശുദ്ധിയിൽ മുന്നേറുവാൻ, പ്രത്യാശയിൽ നിറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലവും യേശുവിന്റെ നാമത്തിൽ, സ്വർഗീയ പിതാവേ. ആമേൻ, 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 ആമേൻ. താങ്ക് യു പ്രിയ ബീന സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം
ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായി കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും കർത്താവ് തരട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ നല്ല സാക്ഷ്യം വഹിപ്പാൻ പിന്നെ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യപ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു എന്ന് തന്നെ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയപ്പെടുക മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നതിന് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവുമായി വീണ്ടും കൂടി കാണും വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com